പഞ്ചഭൂത സൃഷ്ടമായ പ്രപഞ്ചത്തിന്റെ അനാദിയിൽ മനുഷ്യൻ മണ്ണിനെ പ്രണയിച്ചു തുടങ്ങിയത് അവിടെ വിടരുന്ന സുഗന്ധത്തിന്റെയും അതിൽ വിളയുന്ന മാധുര്യത്തിന്റെയും മനോഹാരിതയിൽ മനം മയങ്ങിയായിരിക്കണം. തഴുകിയുണർത്തുന്ന കാറ്റും ഊർജദായകനായ സൂര്യനും ജൈവസമ്പത്തിന്റെ ആദ്യമിടിപ്പുയർന്ന ജലവും മാനവ ചിന്തയിൽ സൃഷ്ടിപ്പിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയപ്പോൾ ഭൂമിയുടെ സർഗഭാവം സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അവൻ പകർത്തിയെഴുതിയതിന്റെ തുടർച്ചയാണ് കൃഷി എന്ന സംസ്കാരം. മണ്ണിനൊപ്പം മനസ്സും തരിച്ചിടപ്പെടുന്ന കാർഷിക കേരളത്തിൽ മുളപൊട്ടുന്ന വിത്തുകളുടെ ജൈവ സ്പന്ദനവും ഇളം കാറ്റിൽ വിടരുന്ന തളിരിലകളുടെ സീൽക്കാരവും സൂക്ഷ്മജീവികളുടെ മിടിപ്പും അടുത്തറിഞ്ഞ് സസ്യജാലങ്ങളെ സ്നേഹസ്പർശത്താൽ ഉണർത്തുകയും നിരന്തര സാമീപ്യത്താൽ പുഷ്കലമാക്കുകയും ചെയ്യുന്ന കർഷകൻ മണ്ണിനെ ഉപയോഗിക്കുന്നതിനു പകരം ആശ്ലേഷിക്കുകയാണെന്ന് ഈ കൃഷിയിടത്തിലൂടെ നടക്കുമ്പോൾ നമുക്ക് തോന്നും. കാർഷിക വൃത്തിയെ വ്യാപാരാടിസ്ഥാനത്തിൽ മാത്രം കാണുകയും അതിനുവേണ്ടി മാനവരാശിക്ക് മേൽ ഏറെ ഹാനികരമായ അമിത രാസവള കീടനാശിനി പ്രയോഗങ്ങളിലൂടെ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന ഇക്കാലത്ത് ജൈവ കാർഷിക വൃത്തിയുടെ വക്താവായി മാറുകയും ഇത്തരം പരമ്പരാഗത രീതിയിലൂടെ മണ്ണിന്റെ മനസ്സറിഞ്ഞ് മണ്ണിനെ സ്നേഹിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കുകയും ചെയ്യുന്ന BC പരിയയുടെ കാർഷിക സംസ്കാരത്തിന്റെ വിളനിലമാണ് ഈ ഭൂമി. കർഷകനായിരുന്ന ബാവാട്ടിച്ചാലി ലാലിക്കുട്ടിയുടെയും വായപ്പുറത്ത് മറിയമുമ്മയുടെയും മകനായി 1949 നരിക്കുനി പന്നിക്കോട്ടൂരിലാണ് പരിയേയി ജനിച്ചത്. കേവലം 5ാം ക്ലാസ് കഴിഞ്ഞതോടെ പരിയേയി സ്കൂൾ വിദ്യാഭ്യാസത്തോട് വിട പറഞ്ഞു. 1968 മുതൽ 91 വരെ ഓയിൽ മിൽ, ഫ്ലോർ മിൽ, വളം കച്ചവടം തുടങ്ങി വിവിധ ബിസിനസ്സുകൾ ചെയ്തെങ്കിലും സാമ്പത്തിക നഷ്ടം മാത്രമായിരുന്നു ഫലം. 1992 ജോലി തേടി സൗദി അറേബ്യയിലെത്തി. അല്പസ്വല്പം സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവിടെയും പരിയേയി കബളിപ്പിക്കപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് തിരിച്ചെത്തി ഒരു മതപണ്ഡിതന്റെ ഉപദേശപ്രകാരം വൃക്ഷത്തൈ കച്ചവടം ആരംഭിച്ചതോടെയാണ് പരിയേയുടെ ജീവിതം മാറിമറിയുന്നതും ശുക്രദശ ആരംഭിച്ചതും. മഹാഗണിയുടെ തൈകൾ മുളപ്പിച്ചെടുത്ത് വിൽപ്പന നടത്തിയായിരുന്നു തുടക്കം. 2002 കാർഷിക വൃത്തിയിലേക്ക് പരിയേയി തിരിയുന്നത്. സ്വന്തം വീട്ടുമുറ്റത്തോട് ചേർന്ന പുരയിടത്തിലും പാട്ടത്തിനെടുത്ത സ്ഥലത്തുമായിരുന്നു പരിയേയി തന്റെ സ്വപ്നങ്ങൾ വിളയിച്ചെടുത്തത്.
മണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സും ചോര നീരാക്കിയുള്ള പരിയേയുടെ അത്യധ്വാനവും ചേർന്നപ്പോൾ പരിയേയി പാകിയ വിത്തുകളെല്ലാം നൂറുമേനി വിളഞ്ഞു. പിന്നീട് പരിയേയ്ക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ ഈ 1981 ഏപ്രിൽ 4 തീയതി മുതൽ ഉറച്ച് വമ്പിച്ച ബിസിനസ്സിൽ 91 വരെ നടന്ന് ഓയിൽ മില്ല്, ഫ്ലോർ മില്ല്, വളക്കട വേണ്ട എല്ലാ കൃഷിയും മൊത്തം ഒരേ രീതിയിൽ കൊണ്ടു നടന്ന് 91 പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതോടുകൂടെ ഇവിടെ നിൽക്കാൻ മനസ്സില്ലാതെ പിന്നെയും ബിസിനസ്സിനെ നിർത്തി വെക്കാനുള്ള പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്ഥലങ്ങളൊക്കെ വിറ്റ് അതിന് പൈസ കിട്ടിയില്ല. അതോടുകൂടെ വെറുതെ മനസ്സ് വെറുത്ത് ഇവിടെ ഇറങ്ങിപ്പോയതാണ്. ആ ഇറക്കത്തിൽ യാദർശികമായി സൗദിയിലെത്തിപ്പെടുന്നു. ബോംബെ ജീവിതം നടന്ന് 1.5 മാസം, അതിനുശേഷം സൗദിയിലെത്തി, മക്കം മദീനത്ത് അവിടെ എത്തി, എല്ലാം യാദർശികമായി ഇങ്ങനെ പോവുകയാണ്. ദൈവത്തിൻ്റെ സഹായത്താൽ മാത്രം. 2010 വർഷം ഗൾഫിലും ജീവിച്ചു. അവിടെ നിന്ന് 98-ൽ 12 പവൻ പെപ്സി കമ്പനിക്കാരോട് 12 പവൻ സ്വർണ്ണമൊക്കെ അവാർഡ് കിട്ടി. 2001-ൽ അസിർ റംസിയ കമ്പനിയോട് 4 ടിവിയും VCRും അതിൻ്റെ സെറ്റുകളൊക്കെ അതും കിട്ടി. ഞങ്ങൾ റെഡി കാശ് കൊടുത്ത് സാധനം എടുത്ത് അവർ അതിൻ്റെ ഡിസ്കൗണ്ട് തന്ന് അതിൻ്റെ പ്രൈസും കിട്ടിയായിരുന്നു. അതും അവിടെയും ഒരു കള്ളൻ ഇടപെട്ട് അവിടെ നിന്നും പൊളിഞ്ഞ് വീണ്ടും നാട്ടിലേക്ക് തന്നെ തിരിച്ച്. അത് ഞാൻ അവിടെ നിന്ന് വരികയും ചെയ്തു. ഞാൻ മതപണ്ഡിതനെ ഏർപ്പെട്ടപ്പം പറഞ്ഞ്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഞാൻ എല്ലാ ബിസിനസ് മേഖലയും കളഞ്ഞല്ലോ, അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തൈക്കച്ചവടമാണ് എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് ഞാൻ തൈക്കച്ചവടവുമായി മഹാഗണീൻ്റെ തൈയുമായിട്ട് ആദ്യം പുറപ്പെടുവിച്ചത്. അതോടുകൂടെ പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങി. ഇന്ന് അതൊരു വലിയ നേട്ടമായി വമ്പിച്ച എല്ലാ പോയിപ്പോയ സ്ഥാപനങ്ങളും എനിക്ക് മടക്കി കിട്ടി. ഇപ്പം ഇങ്ങനെ ദൈവം തന്നതിൽ വളരെയധികം നന്ദി എന്നാ പറയുന്നത്. പിന്നീടാണ് പരിയേയി കോടഞ്ചേരി പഞ്ചായത്തിലെ 100-ാം തോടിനടുത്ത് 4 ഏക്കറയോളം വരുന്ന സ്ഥലം വാങ്ങി കൃഷി ആരംഭിക്കുന്നത്. ജൈവ കാർഷിക സമ്പ്രദായങ്ങൾ മാത്രമാണ് പരിയേയി അവലംബിക്കുന്നത്. ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും മാത്രമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. കൃഷിയെ വെറും വ്യാപാരാടിസ്ഥാനത്തിൽ മാത്രം കാണുകയും അതുകൊണ്ട് തന്നെ അമിത രാസവള പ്രയോഗങ്ങളും മനുഷ്യൻ്റെ ആരോഗ്യത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന രാസ കീടനാശിനികളുടെ പ്രയോഗങ്ങളും കർഷകർ അവലംബിക്കുമ്പോൾ പരിയേയി ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാവുന്നതും ഇതുകൊണ്ട് തന്നെ. അത്തരം രാസവളങ്ങളുടെ പ്രയോഗങ്ങളൊന്നും ഒരു കൃഷിക്കും ആവശ്യമില്ലെന്നും താൻ സ്വയം നിർമ്മിച്ചെടുക്കുന്ന മണ്ണിര കമ്പോസ്റ്റ് ഉൾപ്പെടെയുള്ള ജൈവവള പ്രയോഗം കൊണ്ട് തന്നെ തനിക്ക് 100 മേനി വിളവ് ലഭിക്കുന്നുണ്ടെന്നും പരിയേയി സാക്ഷ്യം പറയുന്നു. പരിയേയിയുടെ വിളവുകൾ പോലെ തന്നെ പരിയേയിയുടെ വാക്കുകളും 100 മേനി സത്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകും. അത് ഞങ്ങൾ ആദ്യമായി ഈ സ്ഥലത്ത് വന്നപ്പോൾ ഇപ്പോഴത്തെ ഇവിടെയൊക്കെ കൃഷിക്ക് എന്താ ആദ്യമായി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ കർഷകർ പറഞ്ഞത് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഉരുടാനിട്ടാണ് കൃഷി ഉണ്ടാക്കുന്നത്, എന്നെങ്കിൽ മാത്രമേ പയറും മുളക്കും അങ്ങനെ ആക്കൂ, പിന്നെ കൃഷികളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരഭിപ്രായമാണ് അവരഭിപ്രായം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മുൽപ്പെട്ട് തന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ കുറേശ്ശെ ഉണ്ടാക്കലുണ്ടായിരുന്നു ജൈവവള കൃഷി തന്നെ. അതിൽ ആദ്യമായൊക്കെ ഞങ്ങൾ എനിക്ക് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് FICTൻ്റെയും എല്ലാവരെയും പിന്നെ 20-20 പരസ്യത്തിന് വേണ്ടി കൃഷി വളരെയധികം ഞാൻ ജൈവ കൃഷി ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാറണമെന്ന് വിചാരിച്ചത് ഈ കൃഷി രംഗത്ത് വന്നപ്പോൾ അതുവരെ ഈ പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദന. അതോടുകൂടെ അതിൻ്റെ മാർഗ്ഗം എന്താണെന്ന് നോക്കിക്കൊണ്ടിച്ചുകൊണ്ടാണ് ഇവിടെ ഞാൻ കൃഷി ഇറക്കിയത്. അതിൽ എല്ലാ കൃഷിക്കും എനിക്ക് വമ്പിച്ച വിജയവുമാണ്. കാണുന്നവർക്കൊക്കെ ഭയങ്കര പൈസ ചിലവാണ്. ഞാൻ പിന്നെ പറയുന്നവരൊക്കെ നിത്യം പണിയാണ്. അവിടെ എത്ര അയാൾ കണക്ക് വെക്കുന്നില്ല, ജോലിക്കാർക്ക് പൈസ കൊടുക്കുന്നത് എത്രയാണെന്നുള്ള യാതൊരു ഇതുമില്ല. അയാൾ കറുത്ത പടം പൊളിപ്പിക്കുക എന്നുള്ള ഒരു മാത്രമുള്ള സംസാരം അവിടെ ഒക്കെ. അതിനൊന്നും ഞാനാരോട് സംസാരിക്കുകയില്ല. ഇവിടെ എന്നാൽ എല്ലാം വന്ന് പണിക്കാരെടുത്ത് വന്ന് പണിയെടുപ്പിക്കും, ഞാൻ പോവും. അങ്ങനെ തന്നെ എൻ്റെ ജീവിതങ്ങൾ.
വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ റീജിയണൽ മാനേജറായ സുൽഫിക്കറാണ് പരിയേയെ കൃഷിയിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. എല്ലാത്തരം മികച്ച വിത്തിനങ്ങളും നൽകുന്നതും കൃഷിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും അദ്ദേഹം തന്നെ. നരിക്കുനി കൃഷിഭവനിൽ നിന്നും പരിയേയ്ക്ക് മികച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾക്കൊരു സുൽഫിക്കർ സാറുണ്ട്. അയാളെ ഏറ്റവും ഞാൻ പരാജയപ്പെട്ട് സൗദിയിൽ വന്നതും അയാളെ കാണലുമാണ് എൻ്റെ രക്ഷ. ഏറ്റവും രക്ഷപ്പെടലിൻ്റെ അയാളാണ്. ഏത് പുതിയ ഇനം പുത്തിൻ്റെ അടുത്ത് കൊണ്ടതും അത് ഞാൻ പ്രദർശിപ്പിക്കുക വളരെ ആവശ്യത്തോടു കൂടാണ് സാറ് മടങ്ങിപ്പോകല്ലേ. ഇതിങ്ങനത്തെ ഒരു കൃഷി ഓഫീസർമാരും ആരെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ലോകത്ത്. എന്നാൽ നൂറാന്തോടിനടുത്തുള്ള തൻ്റെ കൃഷിസ്ഥലം നിലനിൽക്കുന്ന കോടഞ്ചേരി പഞ്ചായത്തിൽ നിന്നോ കോടഞ്ചേരി കൃഷിഭവനിൽ നിന്നോ തനിക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും പരിയേയെ ചൂണ്ടിക്കാട്ടുന്നു. ഞാൻ കോടഞ്ചേരി പഞ്ചായത്തിൽ ഇപ്പോൾ 4 വർഷത്തോളം വന്ന് ഒരു ഗ്രാമ വളം പോലും അവർ തന്നിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണ്. അതുപോലെ ഞാൻ പോയി ഇത് എല്ലാ സ്ഥലത്തിലും ഇത് കടലാസ് കൊടുക്കും. അടയ്ക്കുന്ന സമയം പണിക്കാരെ നോക്കി ഇതൊക്കെ സമയം കിട്ടുന്ന സമയത്ത് അവിടെ പോയി എഴുതി കൊടുക്കും. അവർ അറിയും, ചോദിക്കുമ്പം പറയും ഞങ്ങൾ പത്രത്തിൽ ഔട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് പത്രം നോക്കാനൊന്നും നേരം കിട്ടൂല, അതുകൊണ്ട് ഞാനും പോരും. പിന്നെ അത് ചെല്ലുമ്പോൾ അത് കഴിഞ്ഞെന്നും പറയും. അതല്ലാതെയും കണ്ട് ഇപ്പം MLA-നോട് പറഞ്ഞ് ഈ കെട്ടൊന്ന് കെട്ടിത്തരാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു, ശരിയായി പെട്ടെന്ന് ശരിയായി. ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം ഉണ്ട്, ഇവിടെ നെൽകൃഷി, ഞാൻ നെൽപ്പാട കൃഷിയിൽ ഒരു മെമ്പറാണ്. അതിലൊക്കെ എല്ലാവരോടും സമ്മതിച്ചു എല്ലാവരും പോകും. അല്ലാതെയും കണ്ടു പോയിട്ട് ഒരാൾ ഒരു ഉറുപ്പിയും ഞങ്ങൾക്ക് ആർക്കും ഒരു കർഷകനും സഹായിച്ചു തന്നില്ല. കൃഷി വകുപ്പൊന്നും തന്നിട്ടില്ല. കൃഷി വകുപ്പ് എന്നാണല്ലോ ഞാൻ പറയുന്നത്. ഒരു ഗ്രാമ വളം പോലും ഒരു തന്നിട്ടില്ല. ഇത് 3 വർഷമായിട്ട് പോലും അല്ലേ രേഖ പോലും പറയട്ടെ. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം അവർക്ക് അവാർഡിന് വേണ്ടി കൊടുത്ത് അവർ തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ അവാർഡിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓഫീസർ പറഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞ് വന്ന് ആ സമയത്ത് കൃഷി ഉണ്ടായ സമയത്തൊന്നും ഒരു നോക്കിയില്ല. ഇവിടുത്തെ അത്യാവശ്യമായ കുത്തി ഒലിച്ച് പോയ സമയം 2 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ സാധനം ഇല്ല എന്ന് പറഞ്ഞ് എഴുതി പോയിട്ട് അതിനൊന്ന് അത് തന്നപ്പോൾ ഞാൻ കഴിഞ്ഞ 26/3 കൊടുത്തേ. 26/3 2011 ഞാൻ കൊടുത്ത പേപ്പറിൽ ഇന്ന് വരെ അവർ വന്ന് നോക്കിയിട്ടില്ല. അവർക്ക് സമയമല്ല. അന്നും ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞത് അടുത്ത ഞങ്ങൾ ശരിയായി തരാമെന്ന് പറഞ്ഞത്. വാഴയും കപ്പയുമാണ് പരിയേയുടെ കൃഷിയുടെ പ്രധാന വിളകളെങ്കിലും മറ്റ് നിരവധി വിളകളും പരിയേയി കൃഷി ചെയ്യുന്നു. മഞ്ഞൾ, ഇഞ്ചി, ചേന, വെണ്ട, പയർ, ചീര, പച്ചമുളക്, കുമ്പളം, വെള്ളരി, മത്തൻ, മധുരക്കിഴങ്ങ്, പപ്പായ, പേര, മുള്ളങ്കി, കൈതച്ചക്ക, വഴുതന, കൊക്കോ, കാപ്പി എന്നുവേണ്ട കോളിഫ്ലവറും തക്കാളിയും കാബേജും ചെറിയും വരെ പരിയേയി കൃഷി ചെയ്ത് വിജയിപ്പിച്ച കാർഷിക വിളകളാണ്. ഞങ്ങൾ കാര്യമായിട്ട് ഇപ്പം പൂള കൃഷിയാണ് ഏറ്റവും. വായ, പൂള, പയർ, പടവേലം, കയ്പ, ചെറുകൃഷി മുഴുവനും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. മഞ്ഞൾ, കാപ്പി, കൊക്കോ, തേങ്ങ, അടക്ക, മൊത്തം ഇതിൽ ഞങ്ങൾക്ക് നല്ല വരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇടവേളകളായിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഒന്ന് തോൽക്കുകയാണെങ്കിൽ അടുത്ത് വരടും. ഒന്നത്തൊപ്പം ചേമ്പ് തോൽക്കുകയാണെങ്കിൽ ഞാൻ അടുത്തത് വേറെ മത്തനോ അല്ലെ വെണ്ടേ പയരോ ഏത് കൃഷിയിൽ ഇടവേളയാണ് ഇടും. ഞാൻ ഒന്നിനെയും നോക്കിക്കാതെയും കണ്ട് മാത്രം തോൽവിയാണെന്ന് തോന്നുമ്പോൾ അന്നവരെ തീരടും. അപ്പോൾ അതിൻ്റെ അതും തോൽവിയാണെന്ന് തോന്നുമ്പോൾ വെണ്ട ഇടും. വെണ്ടയും ഓരോരോ കൃഷികളും മാറ്റി മാറ്റി ഇങ്ങനെ ഇട്ട് വരും. തൻ്റെ പുരയിടത്തിലും കൃഷിയിടത്തിലും ഒരു നുള്ളു മണ്ണ് പോലും വെറുതെ ഇട്ടിട്ടില്ല പരിയേയി. കാലവർഷത്തെയോ കാലാവസ്ഥയെയോ ആശ്രയിക്കാതെ ഓരോ സീസണിലേക്കും പറ്റിയ വിളകൾ നിരന്തരം കൃഷി ചെയ്യുന്നതാണ് പരിയേയുടെ രീതി. അതുതന്നെയാണ് പരിയേയുടെ വിജയത്തിൻ്റെ രഹസ്യവും. ഇപ്പം ഞങ്ങൾക്ക് കാലത്തിൻ്റെതില്ല, ആവശ്യമില്ല. എല്ലാ സമയത്തും എല്ലാ കൃഷിയും ഉണ്ടാക്കി പഠിച്ച് എല്ലാ സമയത്തും ഇപ്പം ഞാൻ കൃഷി ഉണ്ടാക്കുന്നുണ്ട്. കയ്പ, പടവല ഒഴിച്ച് എല്ലാ കൃഷികളും ഞങ്ങൾ ഓരോ സമയം നോക്കാതെ തന്നെ ഉണ്ടാക്കി പഠിച്ചു. കേബേജിനും കോളിഫ്ലവറിനും തണുപ്പുള്ള കാലാവസ്ഥയിലാണ് അത് ഉണ്ടാകുന്നത്. അതായത് ഇവിടെ ഞങ്ങൾക്ക് ആ പ്രശ്നം വരുന്നില്ല. ഏത് കാലവും തണുപ്പുണ്ട്. തക്കാളിയൊക്കെ നല്ല വിളവായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ദിവസേന 3-4 ജോലിക്കാർ പരിയേയോടൊപ്പം ജോലി ചെയ്യുന്നു. എന്നിട്ടും തനിക്ക് കൃഷിയിൽ നിന്നും ലാഭം മാത്രമേ ഉള്ളൂവെന്നും പരിയേയി പറയുന്നു. ഇവിടെ ഇപ്പം സ്ഥിരം ഒരു 4 ആൾ സ്ഥിരം ജോലിക്കാർ ഇവിടെ ഉണ്ട്, നാട്ടിലത്തെ പുറത്ത്. നഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരു കൃഷി കഴിഞ്ഞ് ഒരു വേറെ കൃഷി ഇടുകയില്ല.
ഒരു വായ കുഴിച്ചിട്ടാൽ ആ വായ നഷ്ടമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറൂ. അതിൻ്റെ അടുത്ത് വേറെ അതിൻ്റെ അടുത്ത് ഇടണോ? അതിൻ്റെ ഏതായ വിളവെടുക്കുന്നതിന് മുൻപെട്ട് അതിൽ ചീര ഇടാൻ പറ്റുക ചീര ഇടുക, ചേമ്പ് ഇടാൻ പറ്റുക ചേമ്പ് ഇടുക. 3 ഇടവേള കൃഷിയാണ് ഞാൻ ഇടുന്നത്. ഒരു നീന്തറ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ബോല വെട്ടുമ്പോൾക്ക് 3 ഇടവേള കൃഷി ഇട്ടി എനിക്ക് എന്ത് നഷ്ടമാണ്? എനിക്ക് പണിക്കാർക്ക് കൊടുക്കുന്ന ഒരു പണിക്കൂലി കൊണ്ട് തന്നെ അതൊക്കെ തടത്തി വരുന്നത്. ആരായും നഷ്ടമാണെന്ന് പറയുന്നത്? ഞാൻ സമ്മതിക്കൂല നഷ്ടമാണെന്ന് പറഞ്ഞാൽ. ഇവർ ചെയ്യൂല. ഇവരൊരു വായ്മ വെച്ചിട്ട് ആ വായ്മ തന്നെ നഷ്ടവും ലാഭവും കണക്കൂട്ടിക്കണമെന്നാൽ നടക്കൂലത്. പരമ്പരാഗതമായ രീതിയിൽ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വതസിദ്ധമായ ശൈലിയിൽ പല പരീക്ഷണങ്ങളും പരിയേയി നടത്താറുണ്ട്. ഇത്തരം നിരീക്ഷണങ്ങളിലൊക്കെ തന്നെ വിജയിച്ചിട്ടുമുണ്ട് പരിയേയി. സാധാരണഗതിയിൽ ഒരു കുഴിയിൽ ഒരു വാഴ മാത്രം കൃഷി ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി ഒരു കുഴിയിൽ 2-3 വാഴ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പരിയേയി നടത്തുന്നത്. ഇത് വിജയിച്ചിട്ടുണ്ടെന്നും കൂടുതൽ ലാഭകരമാണെന്നും പരിയേയി പറയുന്നു. ഞാനൊരു കന്ന് വെച്ചപ്പോൾ 2 കന്ന് നന്നായിട്ട് വളർന്ന് ഒരു കൊല വെട്ടിയപ്പോൾ ആ 2 കന്നിനാടെ നിർത്തിയപ്പം എനിക്ക് തള്ളക്ക് 10 കിലോ കിട്ടിയത് 13.5 കിലോ കണ്ട് 2 കൊല വെട്ടാൻ കിട്ടി. അപ്പോൾ എൻ്റെ ഏറ്റവും ലാഭമായിട്ട് ഞാനത് കണക്കാക്കി. ഇപ്പം ഞാൻ അങ്ങനെ ഈ 2 വായ വെച്ച് തുടങ്ങി. രണ്ടാമത് ഇപ്പം പുതിയ വെപ്പ് ഞാൻ 3 വായാക്കി മാറ്റിയേക്ക്. ഒരു കുത്തോണ്ട് 3 ഇത് നടത്തുമെന്ന ഒരഭിപ്രായത്തിന് എനിക്ക് മനസ്സിലാക്കും. ഞാൻ ചെയ്ത ക്രിയക്ക് എനിക്ക് ലാഭമാണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കൃഷി കൊടുക്കുന്നത്. ഇക്കാലത്തിനിടയ്ക്ക് തന്നെ തോൽപ്പിക്കാൻ പല ശ്രമങ്ങളും ഉണ്ടായതായും പരിയേരി പറയുന്നു. പലപ്പോഴും കാലവർഷവും കാറ്റും ചതിച്ചു. മനുഷ്യരായി പിറന്നവരും പലപ്പോഴും ചതിച്ചു. പക്ഷേ അതെല്ലാം തൃണവൽഗണിച്ച് പരിയേയി മുന്നേറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതിന് എന്തെല്ലാം പ്രശ്നങ്ങൾ മോട്ടോർ വെട്ടി തറച്ച് കൃഷികളൊക്കെ നശിപ്പിച്ച് ഇന്നും കൃഷികൾ നശിപ്പിച്ചും കൊണ്ട് നിൽക്കുകയാണ്. 400 വായ കൈ വെട്ടിക്കാനാ ദൈവത്തമ്പരാൻ അത് കോല വെട്ടുമ്പോൾ 17 ഉറുപ്പ്യ വില കിട്ടി. അന്ന് ഏറ്റവും വില ടോപ്പിൽ നടന്ന കൊല്ലാണ് 2003 നീന്തൽക്കൊല്ലത്ത്. അതിലും പരാജയപ്പെട്ടിട്ടില്ല, ജയിച്ചു തന്നെയാണ്. ആര് തോൽപ്പിച്ചാലും ദൈവത്തമ്പരാൻ നമ്മളെ സഹായിക്കുന്നു. തൻ്റെ കൃഷിക്ക് വേണ്ടി സ്വന്തമായി ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റും ബയോഗ്യാസ് പ്ലാന്റും പരിയേയി നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് വീട്ടിലെ പാചകത്തിനു വേണ്ട ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതും. കാർഷിക വിളകൾക്ക് പുറമെ നല്ലൊരു നഴ്സറിയും പരിയേയി നടത്തുന്നു. വിവിധതരം മരങ്ങളുടെ തൈകളും ആന്തൂറിയം ഉൾപ്പെടെയുള്ള ചെടികളും ഇവിടെ വളർത്തിയെടുക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. നിരവധി ആളുകളാണ് ചെടികളും വിത്തുകളും വിളവുകളും വാങ്ങിക്കുന്നതിന് പരിയേയിയുടെ വീട്ടിലെത്തുന്നത്. അത് തോനെയും വിത്തായിട്ട് അനുസരിച്ച് തന്നെ ഞാൻ എടുക്കുന്നത്. മുത്തവാറും വിൽക്കാൻ പറ്റാത്ത കേക്ക് വർഗ്ഗം അങ്ങനത്തെ പൂള അങ്ങനത്തെ സാധനങ്ങളാണ് തോനെയും വിൽപ്പനക്ക് വെക്കുന്നത്. അത് എൻ്റെ മാർക്കറ്റിൽ തന്നെ എന്നെ തിരഞ്ഞു വന്ന സാധനം കൊണ്ടുകൊണ്ട് ഒരു സാധനം ബാക്കിയായി പോണതിൻ്റെ അല്ലെ അടിച്ചേൽപ്പിക്കേണ്ടി വരുന്ന ഗതികേടും വരുന്നില്ല. എല്ലാവരും എൻ്റെ സാധനം എന്ന് പറയുന്നത് അതാ 10-20 കിലോ ചീര വരെ ദിവസം ഞാൻ മാട്ട് പോകുമ്പം പറിച്ച് കൊണ്ടുപോകും. അത് ഞാൻ അവിടെ സുമ്മേന്ന് ഉൾപ്പെട്ട് വിറ്റും തീർന്നു പോകും. അങ്ങനെ തന്നെ പയറാണെങ്കിലും പുരയിലെത്തുന്നതിൻ്റെ അടുത്ത് വിറ്റു പോകും. കൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനും തൻ്റെ കൃഷിത്തോട്ടം കാണുന്നതിനുമായി നിരവധി ആളുകൾ എത്താറുണ്ട്. ഡൽഹി ഇമാമും പ്രശസ്ത സിനിമാ നടൻ മാംകോയയും ഒക്കെ എത്തിയതും പരിയേയി തെല്ലൊരു അഭിമാനത്തോടെ തന്നെ ഓർക്കുന്നു. ജനങ്ങൾക്ക് ഞങ്ങളുടെ പരിപാടി കണ്ടപ്പം ഒരു 80% ആൾക്കാരും ഞാൻ അറിയുന്ന കർഷകർ പെണ്ണോടൊപ്പം തന്നെ എത്രയും കൃഷി ഞങ്ങളെ കൃഷിയോട് ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ നൂറാന്തോടിനെ പറ്റി തന്നെ പറഞ്ഞാൽ എല്ലാവരും എൻ്റെ പൂളത്തുണ്ടപ്പം കുറേ ആൾക്കാരൊക്കെ ഇവിടെ മാറ്റി നടന്നത്. ഞങ്ങളതുകൊണ്ട് ആവശ്യമുള്ളതെന്നും പറഞ്ഞിട്ട് നല്ല പൂളാണ്, നല്ല ഇനമാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ സാധനത്തിനും അവർക്ക് ആവേശം പൊന്തിക്കൊണ്ട് തന്നെ നിൽക്കുന്നത്. എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നു. മൂവാറ്റുപുഴ വന്ന് വരെ ആൾക്കാർ വന്ന് സാധനം കൊണ്ടുപോകുന്നുണ്ട് മൊത്തം. മാമക്കായ ഞങ്ങളൊക്കെ 1000 പ്രമുഖർ പുസ്തകത്തിലുണ്ട്. അങ്ങനെ പിന്നെ ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി സ്കീമിൽ നിന്ന് അവർ വന്ന് ഇവിടെ തോട്ടത്തിലൊക്കെ വന്ന് അവർ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് വിലക്ക് കൊടുക്കുമെന്ന് ചോദിച്ച് അവർക്ക് വില അറിഞ്ഞ് കുടുങ്ങി നിങ്ങൾ പോയി പോകുമായിരുന്നു. ഇക്കാലത്തിനിടയ്ക്ക് നിരവധി പുരസ്കാരങ്ങളും പരിയേയിയെ തേടിയെത്തിയിട്ടുണ്ട്. 2007-2008 വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ ഹരിതകീർത്തി അവാർഡ്, 2009-2010 അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി ആത്മ കോഴിക്കോടിൻ്റെ മികച്ച കർഷകനുള്ള അവാർഡ് തുടങ്ങിയവ ഇവയിൽ ചിലതു മാത്രം.
2004-2005 നരിക്കുനി കൃഷിഭവൻ മികച്ച കർഷകനായി തെരഞ്ഞെടുത്തതും പരിയേയെ തന്നെ. നരിക്കുനി പഞ്ചായത്തിലെ കർഷകർ നടത്തുന്ന വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ നരിക്കുനി സ്വാശ്രയ കർഷക സമിതി അംഗവും ഉൽപാദന മാസ്റ്റർ കർഷകനുമാണ് പരിയേയി. അവന്തി പബ്ലിക്കേഷൻസ് പുറത്തിറങ്ങിയ വ്യക്തി കുടുംബചരിത്ര സമാഹാരമായ 1000 പ്രമുഖർ എന്ന കൃതിയുടെ 9ാം വാള്യത്തിലും BC പരിയേയി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 മാസം തന്നെ 3-4 അവാർഡുകൾ കിട്ടി. കഴിഞ്ഞ വർഷം പിന്നെ ആത്മാ അവാർഡ് കിട്ടി. അതിനുശേഷം അതിൻ്റെ മുൻപെട്ട് കീർത്തി അവാർഡ് കിട്ടി. പിന്നെ ഏത് സംഭവം ഉണ്ടെങ്കിലും എന്നെ വിളിക്കലും ഒരു അവാർഡ് തരുമെന്ന് തന്നെ പതിവ് ഞങ്ങളെ. കാരണം ഞങ്ങളുടെ സ്വഭാവം കൃഷി രീതി അതാണ്. ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കൃഷി ഞങ്ങളെത്തില്ല. എല്ലാവരെയും കൃഷിക്കാരാക്കുന്ന പരിപാടിയൊന്നും അല്ലാണ്ട് എനിക്കറിയാവുന്ന അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ട് അവരെ ദ്രോഹിച്ച് അവനുണ്ടായിരുന്നെന്ന് വിചാരിച്ചല്ല കൊടുക്കുന്നത്. ഭാര്യയും 4 മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ നിന്നും മികച്ച പിന്തുണയാണ് ഈ കർഷകന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബം സ്വന്തം കുടുംബം പുരക്കാരൊക്കെ ഉഷാറാണ്. എൻഡോസൾഫാൻ പോലുള്ള കീടനാശിനികൾ മാനവരാശിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും അന്നന്നത്തെ അന്നത്തിന് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയും കൃഷി എന്നത് മലയാളിയുടെ ചിന്താമണ്ഡലത്തിന് അന്യമാവുകയും ചെയ്ത ഈ കാലത്ത് സ്വപ്രയത്നത്തിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും ഓരോ വിയർപ്പ് തുള്ളികളും മണ്ണിന് വളമാക്കി മാറ്റി മലയാളിയുടെ കാർഷിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഈ 62കാരന് മുന്നിൽ നാട്ടറിവിൻ്റെ ആദരവ്, ഒപ്പം ആശംസകളും. ജൈവ കാർഷിക സമ്പ്രദായങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും വിവിധതരം മികച്ച വിത്തുകളും തൈകളും ലഭിക്കുന്നതിനും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0495 22 00 483, 9745 195208. പഞ്ചഭൂത സൃഷ്ടമായ പ്രപഞ്ചത്തിന്റെ അനാദിയിൽ മനുഷ്യൻ മണ്ണിനെ പ്രണയിച്ചു തുടങ്ങിയത് അവിടെ വിടരുന്ന സുഗന്ധത്തിന്റെയും അതിൽ വിളയുന്ന മാധുര്യത്തിന്റെയും മനോഹാരിതയിൽ മനം മയങ്ങിയായിരിക്കണം. തഴുകിയുണർത്തുന്ന കാറ്റും ഊർജദായകനായ സൂര്യനും ജൈവസമ്പത്തിന്റെ ആദ്യമിടിപ്പുയർന്ന ജലവും മാനവചിന്തയിൽ സൃഷ്ടിപ്പിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയപ്പോൾ ഭൂമിയുടെ സർഗഭാവം സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അവൻ പകർത്തിയെഴുതിയതിന്റെ തുടർച്ചയാണ് കൃഷി എന്ന സംസ്കാരം. മണ്ണിനൊപ്പം മനസ്സും തരിച്ചിടപ്പെടുന്ന കാർഷിക കേരളത്തിൽ മുളപൊട്ടുന്ന വിത്തുകളുടെ ജൈവ സ്പന്ദനവും ഇളം കാറ്റിൽ വിടരുന്ന തളിരിലകളുടെ സീൽക്കാരവും സൂക്ഷ്മജീവികളുടെ മിടിപ്പും അടുത്തറിഞ്ഞ് സസ്യജാലങ്ങളെ സ്നേഹസ്പർശത്താൽ ഉണർത്തുകയും നിരന്തര സാമീപ്യത്താൽ പുഷ്കലമാക്കുകയും ചെയ്യുന്ന കർഷകൻ മണ്ണിനെ ഉപയോഗിക്കുന്നതിനു പകരം ആശ്ലേഷിക്കുകയാണെന്ന് ഈ കൃഷിയിടത്തിലൂടെ നടക്കുമ്പോൾ നമുക്ക് തോന്നും.
കാർഷിക വൃത്തിയെ വ്യാപാരാടിസ്ഥാനത്തിൽ മാത്രം കാണുകയും അതിനുവേണ്ടി മാനവരാശിക്ക് മേൽ ഏറെ ഹാനികരമായ അമിത രാസവള കീടനാശിനി പ്രയോഗങ്ങളിലൂടെ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന ഇക്കാലത്ത് ജൈവ കാർഷിക വൃത്തിയുടെ വക്താവായി മാറുകയും ഇത്തരം പരമ്പരാഗത രീതിയിലൂടെ മണ്ണിന്റെ മനസ്സറിഞ്ഞ് മണ്ണിനെ സ്നേഹിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കുകയും ചെയ്യുന്ന BC പരിയേയിയുടെ കാർഷിക സംസ്കാരത്തിന്റെ വിളനിലമാണ് ഈ ഭൂമി. കർഷകനായിരുന്ന ബാവാട്ടിച്ചാലി ലാലിക്കുട്ടിയുടെയും വായപ്പുറത്ത് മറിയം ഉമ്മയുടെയും മകനായി 1949 നരിക്കുനി പന്നിക്കോട്ടൂരിലാണ് പരിയേയി ജനിച്ചത്. കേവലം 5ാം ക്ലാസ് കഴിഞ്ഞതോടെ പരിയേയി സ്കൂൾ വിദ്യാഭ്യാസത്തോട് വിട പറഞ്ഞു. 1968 മുതൽ 91 വരെ ഓയിൽ മിൽ, ഫ്ലോർ മിൽ, വളം കച്ചവടം തുടങ്ങി വിവിധ ബിസിനസ്സുകൾ ചെയ്തെങ്കിലും സാമ്പത്തിക നഷ്ടം മാത്രമായിരുന്നു ഫലം. 1992 ജോലി തേടി സൗദി അറേബ്യയിലെത്തി. അല്പസ്വല്പം സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവിടെയും പരിയേയി കബളിപ്പിക്കപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് തിരിച്ചെത്തി ഒരു മതപണ്ഡിതന്റെ ഉപദേശപ്രകാരം വൃക്ഷത്തൈ കച്ചവടം ആരംഭിച്ചതോടെയാണ് പരിയേയിയുടെ ജീവിതം മാറിമറിയുന്നതും ശുക്രദശ ആരംഭിച്ചതും. മഹാഗണിയുടെ തൈകൾ മുളപ്പിച്ചെടുത്ത് വിൽപ്പന നടത്തിയായിരുന്നു തുടക്കം. 2002 കാർഷിക വൃത്തിയിലേക്ക് പരിയേയി തിരിയുന്നത്. സ്വന്തം വീട്ടുമുറ്റത്തോട് ചേർന്ന പുരയിടത്തിലും പാട്ടത്തിനെടുത്ത സ്ഥലത്തുമായിരുന്നു പരിയേയി തന്റെ സ്വപ്നങ്ങൾ വിളയിച്ചെടുത്തത്. മണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സും ചോര നീരാക്കിയുള്ള പരിയേയിയുടെ അത്യധ്വാനവും ചേർന്നപ്പോൾ പരിയേയി പാകിയ വിത്തുകളെല്ലാം 100 മേനി വിളഞ്ഞു. പിന്നീട് പരിയേയിക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ 1981 ഏപ്രിൽ 4 തീയതി മുതൽ ഉറച്ച് വമ്പിച്ച ബിസിനസ്സിൽ 91 വരെ നടന്ന് ഓയിൽ മില്ല്, ഫ്ലോർ മില്ല്, വളക്കട എന്ന് വേണ്ട എല്ലാ കൃഷിയും മൊത്തം ഒരേ രീതിയിൽ കൊണ്ടു നടന്ന് 91 പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതോടുകൂടെ ഇവിടെ നിൽക്കാൻ മനസ്സില്ലാതെ പിന്നെയും ബിസിനസ്സിനെ നിർത്തി വെക്കാനുള്ള പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്ഥലങ്ങളൊക്കെ വിറ്റ് അതിന് പൈസ കിട്ടിയില്ല. അതോടുകൂടെ വെറുതെ മനസ്സ് വെറുത്ത് ഇവിടെ ഇറങ്ങിപ്പോയതാണ്. ആ ഇറക്കത്തിൽ യാദർശികമായി സൗദിയിലെത്തിപ്പെടുന്നു. ബോംബെ ജീവിതം നടന്ന് 1.5 മാസം, അതിനുശേഷം സൗദിയിലെത്തി, മക്കം മദീനത്ത് അവിടെ എത്തി, എല്ലാം യാദർശികമായി ഇങ്ങനെ പോവുകയാണ്. ദൈവത്തിൻ്റെ സഹായത്താൽ മാത്രം. 2010 വർഷം ഗൾഫിലും ജീവിച്ചു. അവിടെ നിന്ന് 98 12 പവൻ പെപ്സി കമ്പനിക്കാരോട് 12 പവൻ സ്വർണ്ണമൊക്കെ അവാർഡ് കിട്ടി. 2001 അസിർ റംസിയ കമ്പനിയോട് 4 TVയും VCRും അതിൻ്റെ സെറ്റുകളൊക്കെ അതും കിട്ടി. ഞങ്ങൾ റെഡി കാശ് കൊടുത്ത് സാധനം എടുത്ത് അവർ അതിൻ്റെ ഡിസ്കൗണ്ട് തന്ന് അതിൻ്റെ പ്രൈസും കിട്ടിയായിരുന്നു. അതും അവിടെയും ഒരു കള്ളൻ ഇടപെട്ട് അവിടെ നിന്നും പൊളിഞ്ഞ് വീണ്ടും നാട്ടിലേക്ക് തന്നെ തിരിച്ച്. അത് ഞാൻ അവിടെ നിന്ന് വരികയും ചെയ്തു. ഞാൻ മതപണ്ഡിതനായിട്ട് ഏർപ്പെട്ടപ്പം പറഞ്ഞ്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഞാൻ എല്ലാ ബിസിനസ് മേഖലയും കളഞ്ഞല്ലോ, അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തൈക്കച്ചവടമാണ് എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് ഞാൻ തൈക്കച്ചവടവുമായി മഹാഗണീൻ്റെ തൈയുമായിട്ട് ആദ്യം പുറപ്പെടുവിച്ചത്. അതോടുകൂടെ പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങി. ഇന്ന് അതൊരു വലിയ നേട്ടമായി വമ്പിച്ച എല്ലാ പോയിപ്പോയ സ്ഥാപനങ്ങളും എനിക്ക് മടക്കി കിട്ടി. ഇപ്പം ഇങ്ങനെ ദൈവം തന്നതിൽ വളരെയധികം നന്ദി എന്നാ പറയുന്നത്.
പിന്നീടാണ് പരിയേയി കോടഞ്ചേരി പഞ്ചായത്തിലെ നൂറാന്തോടിനടുത്ത് 4 ഏക്കറയോളം വരുന്ന സ്ഥലം വാങ്ങി കൃഷി ആരംഭിക്കുന്നത്. ജൈവ കാർഷിക സമ്പ്രദായങ്ങൾ മാത്രമാണ് പരിയേയി അവലംബിക്കുന്നത്. ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും മാത്രമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. കൃഷിയെ വെറും വ്യാപാരാടിസ്ഥാനത്തിൽ മാത്രം കാണുകയും അതുകൊണ്ട് തന്നെ അമിത രാസവള പ്രയോഗങ്ങളും മനുഷ്യൻ്റെ ആരോഗ്യത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന രാസ കീടനാശിനികളുടെ പ്രയോഗങ്ങളും കർഷകർ അവലംബിക്കുമ്പോൾ പരിയേയി ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാവുന്നതും ഇതുകൊണ്ട് തന്നെ. അത്തരം രാസവളങ്ങളുടെ പ്രയോഗങ്ങളൊന്നും ഒരു കൃഷിക്കും ആവശ്യമില്ലെന്നും താൻ സ്വയം നിർമ്മിച്ചെടുക്കുന്ന മണ്ണിര കമ്പോസ്റ്റ് ഉൾപ്പെടെയുള്ള ജൈവവള പ്രയോഗം കൊണ്ട് തന്നെ തനിക്ക് 100 മേനി വിളവ് ലഭിക്കുന്നുണ്ടെന്നും പരിയേയി സാക്ഷ്യം പറയുന്നു. പരിയേയിയുടെ വിളവുകൾ പോലെ തന്നെ പരിയേയിയുടെ വാക്കുകളും 100 മേനി സത്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകും. അത് ഞങ്ങൾ ആദ്യമായി ഈ സ്ഥലത്ത് വന്നപ്പോൾ ഇപ്പോഴത്തെ ഇവിടെയൊക്കെ കൃഷിക്ക് എന്താ ആദ്യമായി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ കർഷകർ പറഞ്ഞത് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഉരുടാനിട്ടാണ് കൃഷി ഉണ്ടാക്കുന്നത്, എന്നെങ്കിൽ മാത്രമേ പയറും മുളക്കും അങ്ങനെ ആക്കും, പിന്നെ കൃഷികളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരഭിപ്രായമാണ് അവരഭിപ്രായം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മുൽപ്പെട്ട് തന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ കുറേശ്ശെ ഉണ്ടാക്കലുണ്ടായിരുന്നു ജൈവവള കൃഷി തന്നെ. അതിൽ ആദ്യമായൊക്കെ ഞങ്ങൾ എനിക്ക് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് FICTൻ്റെയും എല്ലാവരെയും പിന്നെ 20-20 പരസ്യത്തിന് വേണ്ടി കൃഷി വളരെയധികം ഞാൻ ജൈവ കൃഷി ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാറണമെന്ന് വിചാരിച്ചത് ഈ കൃഷി രംഗത്ത് വന്നപ്പോൾ അതുവരെ ഈ പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദന. അതോടുകൂടെ അതിൻ്റെ മാർഗ്ഗം എന്താണെന്ന് നോക്കിക്കൊണ്ടിച്ചുകൊണ്ടാണ് ഇവിടെ ഞാൻ കൃഷി ഇറക്കിയത്. അതിൽ എല്ലാ കൃഷിക്കും എനിക്ക് വമ്പിച്ച വിജയവുമാണ്. കാണുന്നവർക്കൊക്കെ ഭയങ്കര പൈസ ചിലവാണ്. ഞാൻ പിന്നെ പറയുന്നവരൊക്കെ നിത്യം പണിയാണ്. അവിടെ എത്ര അയാൾ കണക്ക് വെക്കുന്നില്ല, ജോലിക്കാർക്ക് പൈസ കൊടുക്കുന്നത് എത്രയാണെന്നുള്ള യാതൊരു ഇതുമില്ല. അയാൾ കറുത്ത പടം പൊളിപ്പിക്കുക എന്നുള്ള ഒരു മാത്രമുള്ള സംസാരം അവിടെ ഒക്കെ. അതിനൊന്നും ഞാൻ ആരോട് സംസാരിക്കുകയില്ല. ഇവിടെ എന്നാൽ എല്ലാം വന്ന് പണിക്കാരെടുത്ത് വന്ന് പണിയെടുപ്പിക്കും, ഞാൻ പോവും. അങ്ങനെ തന്നെ എൻ്റെ ജീവിതങ്ങൾ. വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ റീജിയണൽ മാനേജറായ സുൽഫിക്കറാണ് പരിയേയെ കൃഷിയിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. എല്ലാത്തരം മികച്ച വിത്തിനങ്ങളും നൽകുന്നതും കൃഷിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും അദ്ദേഹം തന്നെ. നരിക്കുനി കൃഷിഭവനിൽ നിന്നും പരിയേയ്ക്ക് മികച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾക്കൊരു സുൽഫിക്കർ സാറുണ്ട്. അയാളെ ഏറ്റവും ഞാൻ പരാജയപ്പെട്ട് സൗദിയിൽ വന്നതും അയാളെ കാണലുമാണ് എൻ്റെ രക്ഷ. ഏറ്റവും രക്ഷപ്പെടലിൻ്റെ അയാളാണ്. ഏത് പുതിയ ഇനം ബുദ്ധിൻ്റെ അടുത്ത് കൊണ്ടുവരും അത് ഞാൻ പ്രദർശിപ്പിക്കുക വളരെ ആവശ്യത്തോടു കൂടാണ് സാറ് മടങ്ങിപ്പോകല്ലേ. ഇതിങ്ങനത്തെ ഒരു കൃഷി ഓഫീസർമാരും ആരെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ലോകത്ത്. എന്നാൽ നൂറാന്തോടിനടുത്തുള്ള തൻ്റെ കൃഷിസ്ഥലം നിലനിൽക്കുന്ന കോടഞ്ചേരി പഞ്ചായത്തിൽ നിന്നോ കോടഞ്ചേരി കൃഷിഭവനിൽ നിന്നോ തനിക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും പരിയേയി ചൂണ്ടിക്കാട്ടുന്നു. ഞാൻ കോടഞ്ചേരി പഞ്ചായത്തിൽ ഇപ്പോൾ 4 വർഷത്തോളം വന്ന് ഒരു ഗ്രാമ വളം പോലും അവർ തന്നിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണ്. അതുപോലെ ഞാൻ പോയി ഇത് എല്ലാ സ്ഥലത്തിലും ഇത് കടലാസ് കൊടുക്കും. അടയ്ക്കുന്ന സമയം പണിക്കാരെ നോക്കി ഇതൊക്കെ സമയം കിട്ടുന്ന സമയത്ത് അവിടെ പോയി എഴുതി കൊടുക്കും. അവർ അറിയും, ചോദിക്കുമ്പം പറയും ഞങ്ങൾ പത്രത്തിൽ ഔട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് പത്രം നോക്കാനൊന്നും നേരം കിട്ടില്ല, അതുകൊണ്ട് ഞാനും പോരും. പിന്നെ അത് ചെല്ലുമ്പോൾ അത് കഴിഞ്ഞെന്നും പറയും. അതല്ലാതെയും കണ്ട് ഇപ്പം MLA പറഞ്ഞ് ഈ കെട്ടൊന്ന് കെട്ടിത്തരാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു, ശരിയായി പെട്ടെന്ന് ശരിയായി. ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം ഉണ്ട്, ഇവിടെ നെൽകൃഷി, ഞാൻ നെൽപ്പാട കൃഷിയിൽ ഒരു മെമ്പറാണ്. അതിലൊക്കെ എല്ലാവരോടും സമ്മതിച്ചു എല്ലാവരും പോകും. അല്ലാതെയും കണ്ടു പോയിട്ട് ഒരാൾ ഒരു ഉറുപ്പിയും ഞങ്ങൾക്ക് ആർക്കും ഒരു കർഷകനും സഹായിച്ചു തന്നില്ല. കൃഷി വായ്പൊന്നും തന്നിട്ടില്ല. കൃഷി വായ്പ എന്നാണല്ലോ ഞാൻ പറയുന്നത്. ഒരു ഗ്രാമ വളം പോലും ഒരു തന്നിട്ടില്ല. ഇത്രയും വർഷമായിട്ട് ഒരു രേഖ പോലെ പറയട്ടെ. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം അവർക്ക് അവാർഡിന് വേണ്ടി കൊടുത്ത് അവർ തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ അവാർഡിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓഫീസർ പറഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞ് വന്ന് ആ സമയത്ത് കൃഷി ഉണ്ടായ സമയത്തൊന്നും ഒരു നോക്കിയില്ല. ഇവിടുത്തെ അത്യാവശ്യമായ കുത്തി ഒലിച്ച് പോയ സമയം 2 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ സാധനം ഇല്ല എന്ന് പറഞ്ഞ് എഴുതി പോയിട്ട് അതിനൊന്ന് അത് അതെന്താന്നപ്പോൾ ഞാൻ കഴിഞ്ഞ 26/3 കൊടുത്തേ. 26/3 2011 ഞാൻ കൊടുത്ത പേപ്പറിൽ ഇന്ന് വരെ അവർ വന്ന് നോക്കിയിട്ടില്ല. അവർക്ക് സമയമല്ല. അന്നും ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞത് അടുത്ത ഞങ്ങൾ ശരിയായി തരാമെന്ന് പറഞ്ഞത്. വാഴയും കപ്പയുമാണ് പരിയേയുടെ കൃഷിയുടെ പ്രധാന വിളകളെങ്കിലും മറ്റ് നിരവധി വിളകളും പരിയേയി കൃഷി ചെയ്യുന്നു. മഞ്ഞൾ, ഇഞ്ചി, ചേന, വെണ്ട, പയർ, ചീര, പച്ചമുളക്, കുമ്പളം, വെള്ളരി, മത്തൻ, മധുരക്കിഴങ്ങ്, പപ്പായ,
പേര, മുള്ളങ്കി, കൈതച്ചക്ക, വഴുതന, കൊക്കോ, കാപ്പി എന്നു വേണ്ട കോളിഫ്ലവറും തക്കാളിയും കാബേജും ചെറിയും വരെ പരിയേയി കൃഷി ചെയ്ത് വിജയിപ്പിച്ച കാർഷിക വിളകളാണ്. ഞങ്ങൾ കാര്യമായിട്ട് ഇപ്പം പൂള കൃഷിയാണ് ഏറ്റവും. വായ, പൂള, പയറ്, പടവേലം, കയ്പ, ചെറുകൃഷി മുഴുവനും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. മഞ്ഞൾ, കാപ്പി, ഈ കൊക്കോ, തേങ്ങ, അടക്ക, മൊത്തം ഇതിൽ ഞങ്ങൾക്ക് നല്ല വരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇടവേളകളായിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഒന്ന് തോൽക്കുകയാണെങ്കിൽ അടുത്ത് വേറിടും. ഒന്നത്തൊപ്പം ചേമ്പ് തോൽക്കുകയാണെങ്കിൽ ഞാൻ അടുത്തത് വേറെ മത്തനോ അല്ലെ വെണ്ടേ, പയരോ, ഏത് കൃഷിയിലും ഇടവേളയാണ് ഇടും. ഞാൻ ഒന്നിനെയും നോക്കിക്കാതെയും കണ്ട് മാത്രം തോൽവിയാണെന്ന് തോന്നുമ്പോൾ അന്നവനെ തീരിടും. അപ്പോൾ അതിൻ്റെ അതും തോൽവിയാണെന്ന് തോന്നുമ്പോൾ വെണ്ട ഇടും. വെണ്ടയും ഓരോരോ കൃഷികളും മാറ്റി മാറ്റി ഇങ്ങനെ ഇട്ട് വരും. തൻ്റെ പുരയിടത്തിലും കൃഷിയിടത്തിലും ഒരു നുള്ളു മണ്ണ് പോലും വെറുതെ ഇട്ടിട്ടില്ല പരിയേയി. കാലവർഷത്തെയോ കാലാവസ്ഥയെയോ ആശ്രയിക്കാതെ ഓരോ സീസണിലേക്കും പറ്റിയ വിളകൾ നിരന്തരം കൃഷി ചെയ്യുന്നതാണ് പരിയേയുടെ രീതി. അതുതന്നെയാണ് പരിയേയുടെ വിജയത്തിൻ്റെ രഹസ്യവും. ഇപ്പം ഞങ്ങൾക്ക് കാലത്തിൻ്റെതില്ല, ആവശ്യമില്ല. എല്ലാ സമയത്തും എല്ലാ കൃഷിയും ഉണ്ടാക്കി പഠിച്ച് എല്ലാ സമയത്തും ഇപ്പം ഞാൻ കൃഷി ഉണ്ടാക്കുന്നുണ്ട്. കയ്പ, പടവല ഒഴിച്ച് എല്ലാ കൃഷികളും ഞങ്ങൾ ഓരോ സമയം നോക്കാതെ തന്നെ ഉണ്ടാക്കി പഠിച്ചു. കേബേജിനും കോളിഫ്ലവറിനും തണുപ്പുള്ള കാലാവസ്ഥയിലാണ് അത് ഉണ്ടാകുന്നത്. അതായത് ഇവിടെ ഞങ്ങൾക്ക് ആ പ്രശ്നം വരുന്നില്ല, ഏത് കാലവും തണുപ്പുണ്ട്. തക്കാളിയൊക്കെ നല്ല വിളവായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ദിവസേന 3-4 ജോലിക്കാർ പരിയേയോടൊപ്പം ജോലി ചെയ്യുന്നു. എന്നിട്ടും തനിക്ക് കൃഷിയിൽ നിന്നും ലാഭം മാത്രമേ ഉള്ളൂവെന്നും പരിയേയി പറയുന്നു. ഇവിടെ ഇപ്പം സ്ഥിരം ഒരു 4 ആൾ സ്ഥിരം ജോലിക്കാർ ഇവിടെ ഉണ്ട്, നാട്ടിലത്തെ പുറത്ത്. നഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരു കൃഷി ഒഴിഞ്ഞ് ഒരു വേറെ കൃഷി ഇടുകയില്ല. ഒരു വായ കുഴിച്ചിട്ടാൽ ആ വായ നഷ്ടമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറൂ. അതിൻ്റെ അടുത്ത് വേറെ അതിൻ്റെ അടുത്ത് ഇടണോ? അതിൻ്റെ ഏതായ വിളവെടുക്കുന്നതിന് മുൻപെട്ട് അതിൽ ചീര ഇടാൻ പറ്റുക ചീര ഇടുക, ചേമ്പ് ഇടാൻ പറ്റുമോ ചേമ്പ് ഇടുക. 3 ഇടവേള കൃഷിയാണ് ഞാൻ ഇടുന്നത്. ഒരു നീന്തറ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ബോല വെട്ടുമ്പോൾ 3 ഇടവേള കൃഷി ഇട്ടി എനിക്ക് എന്ത് നഷ്ടമാണ്? എനിക്ക് പണിക്കാർക്ക് കൊടുക്കുന്ന ഒരു പണിക്കൂലി കൊണ്ട് തന്നെ അതൊക്കെ തടുത്തി വരുന്നത്. ആരായും നഷ്ടമാണെന്ന് പറയുന്നത്? ഞാൻ സമ്മതിക്കൂല നഷ്ടമാണെന്ന് പറഞ്ഞാൽ. ഇവർ ചെയ്യൂല. ഇവരൊരു വായ്മ വെച്ചിട്ട് ആ വായ്മ തന്നെ നഷ്ടവും ലാഭവും കണക്കൂട്ടിക്കണമെന്നാൽ നടക്കൂലത്. പരമ്പരാഗതമായ രീതിയിൽ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വതസിദ്ധമായ ശൈലിയിൽ പല പരീക്ഷണങ്ങളും പരിയേയി നടത്താറുണ്ട്. ഇത്തരം നിരീക്ഷണങ്ങളിലൊക്കെ തന്നെ വിജയിച്ചിട്ടുമുണ്ട് പരിയേയി. സാധാരണഗതിയിൽ ഒരു കുഴിയിൽ ഒരു വാഴ മാത്രം കൃഷി ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി ഒരു കുഴിയിൽ 2-3 വാഴ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പരിയേയി നടത്തുന്നത്. ഇത് വിജയിച്ചിട്ടുണ്ടെന്നും കൂടുതൽ ലാഭകരമാണെന്നും പരിയേയി പറയുന്നു. ഞാനൊരു കന്ന് വെച്ചപ്പോൾ 2 കന്ന് നന്നായിട്ട് വളർന്ന് ഒരു കൊല വെട്ടിയപ്പോൾ ആ 2 കന്നിനാടെ നിർത്തിയപ്പം എനിക്ക് തള്ളക്ക് 10 കിലോ കിട്ടിയത് 13.5 കിലോ കണ്ട് 2 കൊല വെട്ടാൻ കിട്ടി. അപ്പോൾ എൻ്റെ ഏറ്റവും ലാഭമായിട്ട് ഞാൻ കണക്കാക്കി. ഇപ്പം ഞാൻ അങ്ങനെ ഈ 2 വായ വെച്ച് തുടങ്ങി. രണ്ടാമത് ഇപ്പം പുതിയ വെപ്പ് ഞാൻ 3 വായാക്കി മാറ്റിയേക്ക്. ഒരു കുത്തോണ്ട് 3 ഇത് നടത്തുമെന്ന ഒരഭിപ്രായത്തിന് എനിക്ക് മനസ്സിലാക്കും. ഞാൻ ചെയ്ത ക്രിയക്ക് എനിക്ക് ലാഭമാണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കൃഷി തുടക്കുന്നത്. ഇക്കാലത്തിനിടയ്ക്ക് തന്നെ തോൽപ്പിക്കാൻ പല ശ്രമങ്ങളും ഉണ്ടായതായും പരിയേരി പറയുന്നു. പലപ്പോഴും കാലവർഷവും കാറ്റും ചതിച്ചു. മനുഷ്യരായി പിറന്നവരും പലപ്പോഴും ചതിച്ചു. പക്ഷേ അതെല്ലാം തൃണവൽഗണിച്ച് പരിയേയി മുന്നേറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതിന് എന്തെല്ലാം പ്രശ്നങ്ങൾ മോട്ടോർ വെട്ടി തറച്ച് കൃഷികളൊക്കെ നശിപ്പിച്ച് ഇന്നും കൃഷികൾ നശിപ്പിച്ചും കൊണ്ട് നിൽക്കുകയാണ്. 400 വായ കൈ വെട്ടിക്കാനാ ദൈവത്തമ്പരാൻ അത് കോല വെട്ടുമ്പോൾ 17 ഉറുപ്പ്യ വില കിട്ടി. അന്ന് ഏറ്റവും വില ടോപ്പിൽ നടന്ന കൊല്ലാണ് 2003 നീന്തർക്കൊല്ലത്ത്. അതിലും പരാജയപ്പെട്ടിട്ടില്ല, ജയിച്ചു തന്നെയാണ്. ആര് തോൽപ്പിച്ചാലും ദൈവത്തമ്പരാൻ നമ്മളെ സഹായിക്കുന്നു. തൻ്റെ കൃഷിക്ക് വേണ്ടി സ്വന്തമായി ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റും ബയോഗ്യാസ് പ്ലാന്റും പരിയേയി നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് വീട്ടിലെ പാചകത്തിനു വേണ്ട ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതും. കാർഷിക വിളകൾക്ക് പുറമെ നല്ലൊരു നഴ്സറിയും പരിയേയി നടത്തുന്നു. വിവിധതരം മരങ്ങളുടെ തൈകളും ആന്തൂറിയം ഉൾപ്പെടെയുള്ള ചെടികളും ഇവിടെ വളർത്തിയെടുക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്.
നിരവധി ആളുകളാണ് ചെടികളും വിത്തുകളും വിളവുകളും വാങ്ങിക്കുന്നതിന് പരിയേയുടെ വീട്ടിലെത്തുന്നത്. അത് തോനെയും വിത്തായിട്ട് അനുസരിച്ചാണ് ഞാൻ എടുക്കുന്നത്. മുത്തവാറും വിൽക്കാൻ പറ്റാത്ത കേക്ക് വർഗ്ഗം അങ്ങനത്തെ പൂള അങ്ങനത്തെ സാധനങ്ങളാണ് തോനെയും വിൽപ്പനക്ക് വെക്കുന്നത്. അത് എൻ്റെ മാർക്കറ്റിൽ തന്നെ എന്നെ തിരഞ്ഞു വന്ന സാധനം കൊണ്ടുകൊണ്ട് ഒരു സാധനം ബാക്കിയായി പോണതിൻ്റെ അല്ലെ അടിച്ചേൽപ്പിക്കേണ്ടി വരുന്ന ഗതികേടും വരുന്നില്ല. എല്ലാവരും എൻ്റെ സാധനമെന്ന് പറയുന്നത് അതാ 10-20 കിലോ ചീര വരെ ദിവസം ഞാൻ പാട്ട് പോകുമ്പം പറിച്ച് കൊണ്ടുപോകും. അത് ഞാൻ അവിടെ സുമ്മ ഉൾപ്പെട്ട് വിറ്റും തോന്നുന്നു. അങ്ങനെ തന്നെ വയറാണെങ്കിലും വിത്ത് പുരയിലെത്തുന്നതിൻ്റെ അടുത്ത് വിറ്റ് പോകും. കൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനും തൻ്റെ കൃഷിത്തോട്ടം കാണുന്നതിനുമായി നിരവധി ആളുകൾ എത്താറുണ്ട്. ഡൽഹി ഇമാമും പ്രശസ്ത സിനിമാ നടൻ മാംകോയയും ഒക്കെ എത്തിയതും പരിയേയി തെല്ലൊരു അഭിമാനത്തോടെ തന്നെ ഓർക്കുന്നു. ജനങ്ങൾക്ക് ഞങ്ങളുടെ പരിപാടി കണ്ടപ്പം ഒരു 80% ആൾക്കാരും ഞാൻ അറിയുന്ന കർഷകർ പെണ്ണോടൊപ്പം തന്നെ എത്രയും കൃഷി ഞങ്ങളെ കൃഷിയോട് ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ നൂറാന്തോടിനെ പറ്റി തന്നെ പറഞ്ഞാൽ എല്ലാവരും എൻ്റെ പൂളത്തണ്ടപ്പം കുറേ ആൾക്കാരൊക്കെ ഇവിടെ മാർച്ച് നടന്നത്. ഞങ്ങളതുകൊണ്ട് ആവശ്യമുള്ളതെന്നും പറഞ്ഞിട്ട് നല്ല പൂളാണ്, നല്ല ഇനമാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ സാധനത്തിനും അവർക്ക് ആവേശം പൊന്തിക്കൊണ്ട് തന്നെ നിൽക്കുന്നത്. എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നു. മൂവാറ്റുപുഴ വന്ന് വരെ ആൾക്കാർ വന്ന് സാധനം കൊണ്ടുകൊണ്ട് മൊത്തം മാമക്കായ ഞങ്ങളൊക്കെ 1000 പ്രമുഖർ പുസ്തകത്തിലുണ്ട്. അങ്ങനെ പിന്നെ ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി സ്കീമിൽ നിന്ന് അവർ വന്ന് ഇവിടെ തോട്ടത്തിലൊക്കെ വന്ന് അവർ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് വിലക്ക് കൊടുക്കുമെന്ന് ചോദിച്ച് വിലക്ക് വില അറിഞ്ഞ് കുടുങ്ങി നിങ്ങൾ പോയി പോകുമായിരുന്നു. ഇക്കാലത്തിനിടയ്ക്ക് നിരവധി പുരസ്കാരങ്ങളും പരിയേയെ തേടിയെത്തിയിട്ടുണ്ട്. 2007-2008 വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ ഹരിതകീർത്തി അവാർഡ്, 2009-2010 അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി ആത്മ കോഴിക്കോടിൻ്റെ മികച്ച കർഷകനുള്ള അവാർഡ് തുടങ്ങിയവ ഇവയിൽ ചിലതു മാത്രം. 2004-2005 നരിക്കുനി കൃഷിഭവൻ മികച്ച കർഷകനായി തെരഞ്ഞെടുത്തതും പരിയേയെ തന്നെ. നരിക്കുനി പഞ്ചായത്തിലെ കർഷകർ നടത്തുന്ന വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ നരിക്കുനി സ്വാശ്രയ കർഷക സമിതി അംഗവും ഉൽപാദന മാസ്റ്റർ കർഷകനുമാണ് പരിയേയി. അവന്തി പബ്ലിക്കേഷൻസ് പുറത്തിറങ്ങിയ വ്യക്തി കുടുംബചരിത്ര സമാഹാരമായ 1000 പ്രമുഖർ എന്ന കൃതിയുടെ 9ാം വാള്യത്തിലും BC പരിയേയി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 മാസം തന്നെ 3-4 അവാർഡുകൾ കിട്ടി. കഴിഞ്ഞ വർഷം പിന്നെ ആത്മാ അവാർഡ് കിട്ടി. അതിനുശേഷം അതിൻ്റെ മുൻപെട്ട് കീർത്തി അവാർഡ് കിട്ടി. പിന്നെ ഏത് സംഭവം ഉണ്ടെങ്കിലും എന്നെ വിളിക്കലും ഒരു അവാർഡ് തരുന്നു തന്നെ പതിവ് ഞങ്ങളെ. കാരണം ഞങ്ങളുടെ സ്വഭാവം കൃഷി രീതി അതാണ്. ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കൃഷി ഞങ്ങളെത്തില്ല. എല്ലാവരെയും കൃഷിക്കാരാക്കുന്ന പരിപാടിയൊന്നും അല്ലാണ്ട് എനിക്കറിയാവുന്ന അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ട് അവരെ ദ്രോഹിച്ച് അവനുണ്ടായിരുന്നെന്ന് വിചാരിച്ചല്ല കൊടുക്കുന്നത്. ഭാര്യയും 4 മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ നിന്നും മികച്ച പിന്തുണയാണ് ഈ കർഷകന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബം സ്വന്തം കുടുംബം പുരക്കാരൊക്കെ ഉഷാറാണ്. എൻഡോസൾഫാൻ പോലുള്ള കീടനാശിനികൾ മാനവരാശിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും അന്നന്നത്തെ അന്നത്തിന് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയും കൃഷി എന്നത് മലയാളിയുടെ ചിന്താമണ്ഡലത്തിന് അന്യമാവുകയും ചെയ്ത ഈ കാലത്ത് സ്വപ്രയത്നത്തിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും ഓരോ വിയർപ്പ് തുള്ളികളും മണ്ണിന് വളമാക്കി മാറ്റി മലയാളിയുടെ കാർഷിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഈ 62കാരന് മുന്നിൽ നാട്ടറിവിൻ്റെ ആദരവ്, ഒപ്പം ആശംസകളും. ജൈവ കാർഷിക സമ്പ്രദായങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും വിവിധതരം മികച്ച വിത്തുകളും തൈകളും ലഭിക്കുന്നതിനും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0495 22 00 483 9745 195208.
പഞ്ചഭൂത സൃഷ്ടമായ പ്രപഞ്ചത്തിന്റെ അനാദിയിൽ മനുഷ്യൻ മണ്ണിനെ പ്രണയിച്ചു തുടങ്ങിയത് അവിടെ വിടരുന്ന സുഗന്ധത്തിന്റെയും അതിൽ വിളയുന്ന മാധുര്യത്തിന്റെയും മനോഹാരിതയിൽ മനം മയങ്ങിയായിരിക്കണം. തഴുകിയുണർത്തുന്ന കാറ്റും ഊർജദായകനായ സൂര്യനും ജൈവസമ്പത്തിന്റെ ആദ്യമിടിപ്പുയർന്ന ജലവും മാനവചിന്തയിൽ സൃഷ്ടിപ്പിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയപ്പോൾ ഭൂമിയുടെ സർഗഭാവം സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അവൻ പകർത്തിയെഴുതിയതിന്റെ തുടർച്ചയാണ് കൃഷി എന്ന സംസ്കാരം. മണ്ണിനൊപ്പം മനസ്സും തരിച്ചിടപ്പെടുന്ന കാർഷിക കേരളത്തിൽ മുളപൊട്ടുന്ന വിത്തുകളുടെ ജൈവ സ്പന്ദനവും ഇളം കാറ്റിൽ വിടരുന്ന തളിരിലകളുടെ സീൽക്കാരവും സൂക്ഷ്മജീവികളുടെ മിടിപ്പും അടുത്തറിഞ്ഞ് സസ്യജാലങ്ങളെ സ്നേഹസ്പർശത്താൽ ഉണർത്തുകയും നിരന്തര സാമീപ്യത്താൽ പുഷ്കലമാക്കുകയും ചെയ്യുന്ന കർഷകൻ മണ്ണിനെ ഉപയോഗിക്കുന്നതിനു പകരം ആശ്ലേഷിക്കുകയാണെന്ന് ഈ കൃഷിയിടത്തിലൂടെ നടക്കുമ്പോൾ നമുക്ക് തോന്നും. കാർഷിക വൃത്തിയെ വ്യാപാരാടിസ്ഥാനത്തിൽ മാത്രം കാണുകയും അതിനുവേണ്ടി മാനവരാശിക്ക് മേൽ ഏറെ ഹാനികരമായ അമിത രാസവള കീടനാശിനി പ്രയോഗങ്ങളിലൂടെ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന ഇക്കാലത്ത് ജൈവ കാർഷിക വൃത്തിയുടെ വക്താവായി മാറുകയും ഇത്തരം പരമ്പരാഗത രീതിയിലൂടെ മണ്ണിന്റെ മനസ്സറിഞ്ഞ് മണ്ണിനെ സ്നേഹിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കുകയും ചെയ്യുന്ന BC പരിയയുടെ കാർഷിക സംസ്കാരത്തിന്റെ വിളനിലമാണ് ഈ ഭൂമി. കർഷകനായിരുന്ന ബാവാട്ടിച്ചാലി ലാലിക്കുട്ടിയുടെയും വായപ്പുറത്ത് മറിയമുമ്മയുടെയും മകനായി 1949 നരിക്കുനി പന്നിക്കോട്ടൂരിലാണ് പരിയേയി ജനിച്ചത്. കേവലം 5ാം ക്ലാസ് കഴിഞ്ഞതോടെ പരിയേയി സ്കൂൾ വിദ്യാഭ്യാസത്തോട് വിട പറഞ്ഞു. 1968 മുതൽ 91 വരെ ഓയിൽ മിൽ, ഫ്ലോർ മിൽ, വളം കച്ചവടം തുടങ്ങി വിവിധ ബിസിനസ്സുകൾ ചെയ്തെങ്കിലും സാമ്പത്തിക നഷ്ടം മാത്രമായിരുന്നു ഫലം. 1992 ജോലി തേടി സൗദി അറേബ്യയിലെത്തി. അല്പസ്വല്പം സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവിടെയും പരിയേയി കബളിപ്പിക്കപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് തിരിച്ചെത്തി ഒരു മതപണ്ഡിതന്റെ ഉപദേശപ്രകാരം വൃക്ഷത്തൈ കച്ചവടം ആരംഭിച്ചതോടെയാണ് പരിയേയുടെ ജീവിതം മാറിമറിയുന്നതും ശുക്രദശ ആരംഭിച്ചതും. മഹാഗണിയുടെ തൈകൾ മുളപ്പിച്ചെടുത്ത് വിൽപ്പന നടത്തിയായിരുന്നു തുടക്കം. 2002 കാർഷിക വൃത്തിയിലേക്ക് പരിയേയി തിരിയുന്നത്. സ്വന്തം വീട്ടുമുറ്റത്തോട് ചേർന്ന പുരയിടത്തിലും പാട്ടത്തിനടുത്ത സ്ഥലത്തുമായിരുന്നു പരിയേയി തന്റെ സ്വപ്നങ്ങൾ വിളയിച്ചെടുത്തത്.
മണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സും ചോര നീരാക്കിയുള്ള പരിയേയുടെ അത്യധ്വാനവും ചേർന്നപ്പോൾ പരിയേയി പാകിയ വിത്തുകളെല്ലാം നൂറുമേനി വിളഞ്ഞു. പിന്നീട് പരിയേയ്ക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ ഈ 1981 ഏപ്രിൽ 4 തീയതി മുതൽ ഉറച്ച് വമ്പിച്ച ബിസിനസ്സിൽ 91 വരെ നടന്ന് ഓയിൽ മില്ല്, ഫ്ലോർ മില്ല്, വളക്കട വേണ്ട എല്ലാ കൃഷിയും മൊത്തം ഒരേ രീതിയിൽ കൊണ്ടു നടന്ന് 91 പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതോടുകൂടെ ഇവിടെ നിൽക്കാൻ മനസ്സില്ലാതെ പിന്നെയും ബിസിനസ്സിനെ നിർത്തി വെക്കാനുള്ള പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്ഥലങ്ങളൊക്കെ വിറ്റ് അതിന് പൈസ കിട്ടിയില്ല. അതോടുകൂടെ വെറുതെ മനസ്സ് വെറുത്ത് ഇവിടെ ഇറങ്ങിപ്പോയതാണ്. ആ ഇറക്കത്തിൽ യാദർശികമായി സൗദിയിലെത്തിപ്പെടുന്നു. ബോംബെ ജീവിതം നടന്ന് 1.5 മാസം, അതിനുശേഷം സൗദിയിലെത്തി, മക്ക മദീനത്ത് അവിടെ എത്തി, എല്ലാം യാദർശികമായി ഇങ്ങനെ പോവുകയാണ്. ദൈവത്തിൻ്റെ സഹായത്താൽ മാത്രം. 2010 വർഷം ഗൾഫിലും ജീവിച്ചു. അവിടെ നിന്ന് 98-ൽ 12 പവൻ പെപ്സി കമ്പനിക്കാരോട് 12 പവൻ സ്വർണ്ണമൊക്കെ അവാർഡ് കിട്ടി. 2001-ൽ അസിർ റംസിയ കമ്പനിയോട് 4 TVയും VCRും അതിൻ്റെ സെറ്റുകളൊക്കെ അതും കിട്ടി. ഞങ്ങൾ റെഡി കാശ് കൊടുത്ത് സാധനം എടുത്ത് അവർ അതിൻ്റെ ഡിസ്കൗണ്ട് തന്ന് അതിൻ്റെ പ്രൈസും കിട്ടിയായിരുന്നു. അതും അവിടെയും ഒരു കള്ളൻ ഇടപെട്ട് അവിടെ നിന്നും പൊളിഞ്ഞ് വീണ്ടും നാട്ടിലേക്ക് തന്നെ തിരിച്ച്. അത് ഞാൻ അവിടെ നിന്ന് വരികയും ചെയ്തു. ഞാൻ മതവണ്ടിയുടെ ഏർപ്പെട്ടപ്പം പറഞ്ഞ്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഞാൻ എല്ലാ ബിസിനസ് മേഖലയും കളഞ്ഞല്ലോ, അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തൈക്കച്ചവടമാണ് എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് ഞാൻ തൈക്കച്ചവടവുമായി മഹാഗണീൻ്റെ തൈയുമായിട്ട് ആദ്യം പുറപ്പെടുവിച്ചത്. അതോടുകൂടെ പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങി. ഇന്ന് അതൊരു വലിയ നേട്ടമായി വമ്പിച്ച എല്ലാ പോയിപ്പോയ സ്ഥാപനങ്ങളും എനിക്ക് മടക്കി കിട്ടി. ഇപ്പം ഇങ്ങനെ ദൈവം തന്നതിൽ വളരെയധികം നന്ദി എന്നാ പറയുന്നത്. പിന്നീടാണ് പരിയേയി കോടഞ്ചേരി പഞ്ചായത്തിലെ നൂറാന്തോടിനടുത്ത് 4 ഏക്കറയോളം വരുന്ന സ്ഥലം വാങ്ങി കൃഷി ആരംഭിക്കുന്നത്. ജൈവ കാർഷിക സമ്പ്രദായങ്ങൾ മാത്രമാണ് പരിയേയി അവലംബിക്കുന്നത്. ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും മാത്രമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. കൃഷിയെ വെറും വ്യാപാരാടിസ്ഥാനത്തിൽ മാത്രം കാണുകയും അതുകൊണ്ട് തന്നെ അമിത രാസവള പ്രയോഗങ്ങളും മനുഷ്യൻ്റെ ആരോഗ്യത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന രാസ കീടനാശിനികളുടെ പ്രയോഗങ്ങളും കർഷകർ അവലംബിക്കുമ്പോൾ പരിയേയി ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാവുന്നതും ഇതുകൊണ്ട് തന്നെ. അത്തരം രാസവളങ്ങളുടെ പ്രയോഗങ്ങളൊന്നും ഒരു കൃഷിക്കും ആവശ്യമില്ലെന്നും താൻ സ്വയം നിർമ്മിച്ചെടുക്കുന്ന മണ്ണിര കമ്പോസ്റ്റ് ഉൾപ്പെടെയുള്ള ജൈവവള പ്രയോഗം കൊണ്ട് തന്നെ തനിക്ക് 100 മേനി വിളവ് ലഭിക്കുന്നുണ്ടെന്നും പരിയേയി സാക്ഷ്യം പറയുന്നു. പരിയേയിയുടെ വിളവുകൾ പോലെ തന്നെ പരിയേയിയുടെ വാക്കുകളും 100 മേനി സത്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകും. അത് ഞങ്ങൾ ആദ്യമായി ഈ സ്ഥലത്ത് വന്നപ്പോൾ ഇപ്പോഴത്തെ ഇവിടെയൊക്കെ കൃഷിക്ക് എന്താ ആദ്യമായി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ കർഷകർ പറഞ്ഞത് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഉരുടാനിട്ടാണ് കൃഷി ഉണ്ടാക്കുന്നത്, എന്നെങ്കിൽ മാത്രമേ പയറും മുളക്കും അങ്ങനെ ആക്കൂ, പിന്നെ കൃഷികളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരഭിപ്രായമാണ് അവരഭിപ്രായം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മുൽപ്പെട്ട് തന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ കുറേശ്ശെ ഉണ്ടാക്കലുണ്ടായിരുന്നു ജൈവവള കൃഷി തന്നെ. അതിൽ ആദ്യമായൊക്കെ ഞങ്ങൾ എനിക്ക് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് FICTൻ്റെയും എല്ലാവരെയും പിന്നെ 20-20 പരസ്യത്തിന് വേണ്ടി കൃഷി വളരെയധികം ഞാൻ ജൈവ കൃഷി ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാറണമെന്ന് വിചാരിച്ചത് ഈ കൃഷി രംഗത്ത് വന്നപ്പോൾ അതുവരെ ഈ പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദന. അതോടുകൂടെ അതിൻ്റെ മാർഗ്ഗം എന്താണെന്ന് നോക്കി കൊണ്ടിച്ചുകൊണ്ടാണ് ഇവിടെ ഞാൻ കൃഷി ഇറക്കിയത്. അതിൽ എല്ലാ കൃഷിക്കും എനിക്ക് വമ്പിച്ച വിജയവുമാണ്. കാണുന്നവർക്കൊക്കെ ഭയങ്കര പൈസ ചിലവാണ്. ഞാൻ പിന്നെ പറയുന്നവരൊക്കെ നിത്യം പണിയാണ്. അവിടെ എത്ര അയാൾ കണക്ക് വെക്കുന്നില്ല, ജോലിക്കാർക്ക് പൈസ കൊടുക്കുന്നത് എത്രയാണെന്നുള്ള യാതൊരു ഇതും ഇല്ല. അയാൾ കറുത്ത പണം പൊളിപ്പിക്കുക എന്നുള്ള ഒരു മാത്രമുള്ള സംസാരം അവിടെ ഒക്കെ. അതിനൊന്നും ഞാൻ ആരോട് സംസാരിക്കുകയില്ല. ഇവിടെ വന്നാൽ എല്ലാം വന്ന് പണിക്കാരെടുത്ത് വന്ന് പണിയെടുപ്പിക്കും, ഞാൻ പോവും. അങ്ങനെ തന്നെ എൻ്റെ ജീവിതങ്ങൾ.
വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ റീജിയണൽ മാനേജറായ സുൽഫിക്കറാണ് പരിയേയെ കൃഷിയിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. എല്ലാത്തരം മികച്ച വിത്തിനങ്ങളും നൽകുന്നതും കൃഷിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും അദ്ദേഹം തന്നെ. നരിക്കുനി കൃഷിഭവനിൽ നിന്നും പരിയേയ്ക്ക് മികച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾക്കൊരു സുൽഫിക്കർ സാറുണ്ട്. അയാളെ ഏറ്റവും ഞാൻ പരാജയപ്പെട്ട് സൗദിയിൽ വന്നതും അയാളെ കാണലുമാണ് എൻ്റെ രക്ഷ. ഏറ്റവും രക്ഷപ്പെടലിൻ്റെ അയാളാണ്. ഏത് പുതിയ ഇനം പുത്തിൻ്റെ അടുത്ത് കൊണ്ടതും അത് ഞാൻ പ്രദർശിപ്പിക്കുക വളരെ ആവശ്യത്തോടു കൂടാണ് സാറ് മടങ്ങിപ്പോകല്ലേ. ഇതിങ്ങനത്തെ ഒരു കൃഷി ഓഫീസർമാരും ആരെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ലോകത്ത്. എന്നാൽ നൂറാന്തോടിനടുത്തുള്ള തൻ്റെ കൃഷിസ്ഥലം നിലനിൽക്കുന്ന കോടഞ്ചേരി പഞ്ചായത്തിൽ നിന്നോ കോടഞ്ചേരി കൃഷിഭവനിൽ നിന്നോ തനിക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും പരിയേയി ചൂണ്ടിക്കാട്ടുന്നു. ഞാൻ കോടഞ്ചേരി പഞ്ചായത്തിൽ ഇപ്പോൾ 4 വർഷത്തോളം വന്ന് ഒരു ഗ്രാമ വളം പോലും അവർ തന്നിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണ്. അതുപോലെ ഞാൻ പോയി ഇത് എല്ലാ സ്ഥലത്തിലും ഇത് കടലാസ് കൊടുക്കും. അടയ്ക്കുന്ന സമയം പണിക്കാരെ നോക്കി ഇതൊക്കെ സമയം കിട്ടുന്ന സമയത്ത് അവിടെ പോയി എഴുതി കൊടുക്കും. അവർ അറിയും, ചോദിക്കുമ്പം പറയും ഞങ്ങൾ പത്രത്തിൽ ഔട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് പത്രം നോക്കാനൊന്നും നേരം കിട്ടൂല, അതുകൊണ്ട് ഞാനും പോരും. പിന്നെ അത് ചെല്ലുമ്പോൾ അത് കഴിഞ്ഞെന്നും പറയും. അതല്ലാതെയും കണ്ട് ഇപ്പം MLA-നോട് പറഞ്ഞ് ഈ കിട്ടൊന്ന് കെട്ടിത്തരാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു, ശരിയായി പെട്ടെന്ന് ശരിയായി. ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം ഉണ്ട്, ഇവിടെ നെൽകൃഷി, ഞാൻ നെൽപ്പാട കൃഷിയിൽ ഒരു മെമ്പറാണ്. അതിലൊക്കെ എല്ലാവരോടും സമ്മതിച്ചു എല്ലാവരും പോകും. അല്ലാതെയും കണ്ടു പോയിട്ട് ഒരാൾ ഒരു ഉറുപ്പിയും ഞങ്ങൾക്ക് ആർക്കും ഒരു കർഷകനൊന്നും സഹായിച്ചു തന്നില്ല. കൃഷി വകുപ്പൊന്നും തന്നിട്ടില്ല. കൃഷി വകുപ്പ് എന്നാണല്ലോ ഞാൻ പറയുന്നത്. ഒരു ഗ്രാമ വളം പോലും ഒരു തന്നിട്ടില്ല. ഇത് 3 വർഷമായിട്ട് ഓല അല്ലേ രേഖ പോലെ പറയട്ടെ. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം അവർക്ക് അവാർഡിന് വേണ്ടി കൊടുത്ത് അവർ തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ അവാർഡിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓഫീസർ പറഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞ് വന്ന് ആ സമയത്ത് കൃഷി ഉണ്ടായ സമയത്തൊന്നും ഒരു നോക്കിയില്ല. ഇവിടുത്തെ അത്യാവശ്യമായ കുത്തി ഒലിച്ച് പോയ സമയം 2 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞ് എഴുതി പോയിട്ട് അതിനൊന്ന് അത് കഥ എന്താണെന്നപ്പം ഞാൻ കഴിഞ്ഞ 26/3 കൊടുത്തേ. 26/3 2011 ഞാൻ കൊടുത്ത പേപ്പറിൽ ഇന്ന് വരെ അവർ വന്ന് നോക്കിയിട്ടില്ല. അവർക്ക് സമയമല്ല. അന്നും ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ പറഞ്ഞത് അടുത്ത ഞങ്ങൾ ശരിയായി തരാമെന്ന് പറഞ്ഞത്. വാഴയും കപ്പയുമാണ് പരിയേയുടെ കൃഷിയുടെ പ്രധാന വിളകളെങ്കിലും മറ്റ് നിരവധി വിളകളും പരിയേയി കൃഷി ചെയ്യുന്നു. മഞ്ഞൾ, ഇഞ്ചി, ചേന, വെണ്ട, പയർ, ചീര, പച്ചമുളക്, കുമ്പളം, വെള്ളരി, മത്തൻ, മധുരക്കിഴങ്ങ്, പപ്പായ, പേര, മുള്ളങ്കി, കൈതച്ചക്ക, വഴുതന, കൊക്കോ, കാപ്പി എന്നുവേണ്ട കോളിഫ്ലവറും തക്കാളിയും കാബേജും ചെറിയും വരെ പരിയേയി കൃഷി ചെയ്ത് വിജയിപ്പിച്ച കാർഷിക വിളകളാണ്. ഞങ്ങൾ കാര്യമായിട്ട് ഇപ്പം പൂള കൃഷിയാണ് ഏറ്റവും. വായ, പൂള, പയർ, പടവേലം, കയ്പ, ചെറുകൃഷി മുഴുവനും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. മഞ്ഞൾ, കാപ്പി, കൊക്കോ, തേങ്ങ, അടക്ക, മൊത്തം ഇതിൽ ഞങ്ങൾക്ക് നല്ല വരുമാനമായിട്ടുണ്ട്. ഇടവേളകളായിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഒന്ന് തോൽക്കുകയാണെങ്കിൽ അടുത്ത് വരടും. ഒന്നത്തൊപ്പം ചേമ്പ് തോൽക്കേൽവിയാണെങ്കിൽ ഞാൻ അടുത്തത് വേറെ മത്തനോ അല്ലെ വെണ്ടേ പയരോ ഏത് കൃഷിയിൽ ഇടവേളയാണ് ഇടും. ഞാൻ ഒന്നിനെയും നോക്കിക്കാതെയും കണ്ട് മാത്രം തോൽവിയാണെന്ന് തോന്നുമ്പോൾ അന്നവനെ തീരടും. അപ്പോൾ അതിൻ്റെ അതും തോൽവിയാണെന്ന് തോന്നുമ്പോൾ വെണ്ട ഇടും. വെണ്ടയും ഓരോരോ കൃഷികളും മാറ്റി മാറ്റി ഇങ്ങനെ ഇട്ട് വരും. തൻ്റെ പുരയിടത്തിലും കൃഷിയിടത്തിലും ഒരു നുള്ളു മണ്ണ് പോലും വെറുതെ ഇട്ടിട്ടില്ല പരിയേയി. കാലവർഷത്തെയോ കാലാവസ്ഥയെയോ ആശ്രയിക്കാതെ ഓരോ സീസണിലേക്കും പറ്റിയ വിളകൾ നിരന്തരം കൃഷി ചെയ്യുന്നതാണ് പരിയേയുടെ രീതി. അതുതന്നെയാണ് പരിയേയുടെ വിജയത്തിൻ്റെ രഹസ്യവും. ഇപ്പം ഞങ്ങൾക്ക് കാലത്തിൻ്റെതില്ല, ആവശ്യമില്ല. എല്ലാ സമയത്തും എല്ലാ കൃഷിയും ഉണ്ടാക്കി പഠിച്ച് എല്ലാ സമയത്തും ഇപ്പം ഞാൻ കൃഷി ഉണ്ടാക്കുന്നുണ്ട്. കയ്പ പടവല ഒഴിച്ച് എല്ലാ കൃഷികളും ഞങ്ങൾ ഓരോ സമയം നോക്കാതെ തന്നെ ഉണ്ടാക്കി പഠിച്ചു. കേബേജിനും കോളിഫ്ലവറിനും തണുപ്പുള്ള കാലാവസ്ഥയിലാണ് അത് ഉണ്ടാകുന്നത്. അതായത് ഇവിടെ ഞങ്ങൾക്ക് ആ പ്രശ്നം വരുന്നില്ല. ഏത് കാലവും തണുപ്പുണ്ട്. തക്കാളിയൊക്കെ നല്ല വിളവായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ദിവസേന 3-4 ജോലിക്കാർ പരിയേയോടൊപ്പം ജോലി ചെയ്യുന്നു. എന്നിട്ടും തനിക്ക് കൃഷിയിൽ നിന്നും ലാഭം മാത്രമേ ഉള്ളൂവെന്നും പരിയേയി പറയുന്നു. ഇവിടെ ഇപ്പം സ്ഥിരം ഒരു 4 ആൾ സ്ഥിരം ജോലിക്കാർ ഇവിടെ ഉണ്ട്, നാട്ടിലത്തെ പുറത്ത്. നഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒരു കൃഷി കഴിഞ്ഞ് ഒരു വേറെ കൃഷി ഇടുകയില്ല.
ഒരു വായ കുഴിച്ചിട്ടാൽ ആ വായ നഷ്ടമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറൂ. അതിൻ്റെ അടുത്ത് വേറെ അതിൻ്റെ അടുത്ത് ഇടണോ? അതിൻ്റെ ഏതായ വിളവെടുക്കുന്നതിന് മുൻപെട്ട് അതിൽ ചീര ഇടാൻ പറ്റിയ ചീര ഇടുക, ചേമ്പ് ഇടാൻ പറ്റുമോ ചേമ്പ് ഇടുക. 3 ഇടവേള കൃഷിയാണ് ഞാൻ ഇടുന്നത്. ഒരു നീന്തറ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ബോല വെട്ടുമ്പോൾക്ക് 3 ഇടവേള കൃഷി ഇട്ടി എനിക്ക് എന്ത് നഷ്ടമാണ്? എനിക്ക് പണിക്കാർക്ക് കൊടുക്കുന്ന ഒരു പണിക്കൂലി കൊണ്ട് തന്നെ അതൊക്കെ തടത്തി വരുന്നത്. ആരായും നഷ്ടമാണെന്ന് പറയുന്നത്? ഞാൻ സമ്മതിക്കൂല നഷ്ടമാണെന്ന് പറഞ്ഞാൽ. ഇവർ ചെയ്യൂല. ഇവരൊരു വായ്മ വെച്ചിട്ട് ആ വായ്മ തന്നെ നഷ്ടവും ലാഭവും കണക്കൂട്ടിക്കണമെന്നാൽ നടക്കൂലത്. പരമ്പരാഗതമായ രീതിയിൽ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വതസിദ്ധമായ ശൈലിയിൽ പല പരീക്ഷണങ്ങളും പരിയേയി നടത്താറുണ്ട്. ഇത്തരം നിരീക്ഷണങ്ങളിലൊക്കെ തന്നെ വിജയിച്ചിട്ടുമുണ്ട് പരിയേയി. സാധാരണഗതിയിൽ ഒരു കുഴിയിൽ ഒരു വാഴ മാത്രം കൃഷി ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി ഒരു കുഴിയിൽ 2-3 വാഴ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പരിയേയി നടത്തുന്നത്. ഇത് വിജയിച്ചിട്ടുണ്ടെന്നും കൂടുതൽ ലാഭകരമാണെന്നും പരിയേയി പറയുന്നു. ഞാനൊരു കന്ന് വെച്ചപ്പോൾ 2 കന്ന് നന്നായിട്ട് വളർന്ന് ഒരു കൊല വെട്ടിയപ്പോൾ ആ 2 കന്നിനാടെ നിർത്തിയപ്പം എനിക്ക് തള്ളക്ക് 10 കിലോ കിട്ടിയത് 13.5 കിലോ കണ്ട് 2 കൊല വെട്ടാൻ കിട്ടി. അപ്പോൾ എൻ്റെ ഏറ്റവും ലാഭമായിട്ട് ഞാനത് കണക്കാക്കി. ഇപ്പം ഞാൻ അങ്ങനെ ഈ 2 വായ വെച്ച് തുടങ്ങി. രണ്ടാമത് ഇപ്പം പുതിയ വെപ്പ് ഞാൻ 3 വായാക്കി മാറ്റിയേക്ക്. ഒരു കുത്തോണ്ട് 3 ഇത് നടത്തുമെന്ന ഒരഭിപ്രായത്തിന് എനിക്ക് മനസ്സിലാക്കും. ഞാൻ ചെയ്ത ക്രിയക്ക് എനിക്ക് ലാഭമാണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കൃഷി കൊടുക്കുന്നത്. ഇക്കാലത്തിനിടയ്ക്ക് തന്നെ തോൽപ്പിക്കാൻ പല ശ്രമങ്ങളും ഉണ്ടായതായും പരിയേരി പറയുന്നു. പലപ്പോഴും കാലവർഷവും കാറ്റും ചതിച്ചു. മനുഷ്യരായി പിറന്നവരും പലപ്പോഴും ചതിച്ചു. പക്ഷേ അതെല്ലാം തൃണവൽഗണിച്ച് പരിയേയി മുന്നേറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതിന് എന്തെല്ലാം പ്രശ്നങ്ങൾ മോട്ടോർ വെട്ടി തറച്ച് കൃഷികളൊക്കെ നശിപ്പിച്ച് ഇന്നും കൃഷികൾ നശിപ്പിച്ചും കൊണ്ട് നിൽക്കുകയാണ്. 400 വായ കൈ വെട്ടിക്കാനാണ് ദൈവത്തമ്പരാൻ. അത് കോല വെട്ടുമ്പോൾ 17 ഉറുപ്പ്യ വില കിട്ടി. അന്ന് ഏറ്റവും വില ടോപ്പിൽ നടന്ന കൊല്ലാണ് 2003 കൊല്ലത്ത്. അതിലും പരാജയപ്പെട്ടിട്ടില്ല, ജയിച്ചു തന്നെയാണ് കൃഷി. ആര് തോൽപ്പിച്ചാലും ദൈവത്തമ്പരാൻ നമ്മളെ സഹായിക്കുന്നു. തൻ്റെ കൃഷിക്ക് വേണ്ടി സ്വന്തമായി ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റും ബയോഗ്യാസ് പ്ലാന്റും പരിയേയി നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് വീട്ടിലെ പാചകത്തിനു വേണ്ട ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതും. കാർഷിക വിളകൾക്ക് പുറമെ നല്ലൊരു നഴ്സറിയും പരിയേയി നടത്തുന്നു. വിവിധതരം മരങ്ങളുടെ തൈകളും ആന്തൂറിയം ഉൾപ്പെടെയുള്ള ചെടികളും ഇവിടെ വളർത്തിയെടുക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. നിരവധി ആളുകളാണ് ചെടികളും വിത്തുകളും വിളവുകളും വാങ്ങിക്കുന്നതിന് പരിയേയിയുടെ വീട്ടിലെത്തുന്നത്. അത് തോനെയും വിത്തായിട്ടനുസരിച്ച് തന്നെ ഞാൻ എടുക്കുന്നത്. മുത്തവാറും വിൽക്കാൻ പറ്റാത്ത കേക്ക് വർഗ്ഗം അങ്ങനത്തെ പൂള അങ്ങനത്തെ സാധനങ്ങളാണ് തോനെയും വിൽപ്പനക്ക് വെക്കുന്നത്. അതിൻ്റെ മാർക്കറ്റിൽ തന്നെ എന്നെ തിരഞ്ഞു വന്ന സാധനം കൊണ്ടുകൊണ്ട് ഒരു സാധനം ബാക്കിയായി പോകണില്ല, അല്ലെ അടിച്ചേൽപ്പിക്കേണ്ടി വരുന്ന ഗതികേടും വരുന്നില്ല. എല്ലാവരും എൻ്റെ സാധനം എന്ന് പറയുന്നത് അതാ 10-20 കിലോ ചീര വരെ ദിവസം ഞാൻ പോകുമ്പം പറിച്ച് കൊണ്ടുപോകും. അത് ഞാൻ അവിടെ സുമ്മേന്ന് ഉൾപ്പെട്ട് വിറ്റും തീർന്നു പോകും. അങ്ങനെ തന്നെ വയറാണെങ്കിലും പുരയിലെത്തുന്നതിൻ്റെ അടുത്ത് വിറ്റു പോകും. കൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനും തൻ്റെ കൃഷിത്തോട്ടം കാണുന്നതിനുമായി നിരവധി ആളുകൾ എത്താറുണ്ട്. ഡൽഹി ഇമാമും പ്രശസ്ത സിനിമാ നടൻ മാംകോയയും ഒക്കെ എത്തിയതും പരിയേയി തെല്ലൊരു അഭിമാനത്തോടെ തന്നെ ഓർക്കുന്നു. ജനങ്ങൾക്ക് ഞങ്ങളുടെ പരിപാടി കണ്ടപ്പം ഒരു 80% ആൾക്കാരും ഞാൻ അറിയുന്ന കർഷകർ പെണ്ണോടൊപ്പം തന്നെ. എത്രയും കൃഷി ഞങ്ങളെ കൃഷിയോട് ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ നൂറാന്തോടിനെ പറ്റി തന്നെ പറഞ്ഞാൽ എല്ലാവരും എൻ്റെ പൂളത്തണ്ടപ്പം കുറേ ആൾക്കാരൊക്കെ ഇവിടെ മാറ്റി നടന്നത്. ഞങ്ങളതുകൊണ്ട് ആവശ്യമുള്ളതെന്നും പറഞ്ഞിട്ട് നല്ല പൂളാണ്, നല്ല ഇനമാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ സാധനത്തിനും അവർക്ക് ആവേശം പൊന്തിക്കൊണ്ട് തന്നെ നിൽക്കുന്നത്. എല്ലാ സ്ഥലത്തുനിന്നും ആൾക്കാർ വരുന്നു. മൂവാറ്റുപുഴ വന്ന് വരെ ആൾക്കാർ വന്ന് സാധനം കൊണ്ടുകൊണ്ട് മൊത്തം മാമക്കായ ഞങ്ങളൊക്കെ 1000 പ്രമുഖർ പുസ്തകത്തിലുണ്ട്. അങ്ങനെ പിന്നെ ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി സ്കീമിൽ നിന്ന് അവർ വന്ന് ഇവിടെ തോട്ടത്തിലൊക്കെ വന്ന് അവർ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് വിലക്ക് കൊടുക്കുമെന്ന് ചോദിച്ച് അവർക്ക് വില അറിഞ്ഞ് കുടുങ്ങി നിങ്ങൾ പോയി പോകുമായിരുന്നു. ഇക്കാലത്തിനിടയ്ക്ക് നിരവധി പുരസ്കാരങ്ങളും പരിയേയിയെ തേടിയെത്തിയിട്ടുണ്ട്. 2007-2008 വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ ഹരിതകീർത്തി അവാർഡ്, 2009-2010 അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെൻറ്റ് ഏജൻസി ആത്മ കോഴിക്കോടിൻ്റെ മികച്ച കർഷകനുള്ള അവാർഡ് തുടങ്ങിയവ ഇവയിൽ ചിലതു മാത്രം.
2004-2005 നരിക്കുനി കൃഷിഭവൻ മികച്ച കർഷകനായി തെരഞ്ഞെടുത്തതും പരിയേയെ തന്നെ. നരിക്കുനി പഞ്ചായത്തിലെ കർഷകർ നടത്തുന്ന വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ നരിക്കുനി സ്വാശ്രയ കർഷക സമിതി അംഗവും ഉൽപാദന മാസ്റ്റർ കർഷകനുമാണ് പരിയേയി. അവന്തി പബ്ലിക്കേഷൻസ് പുറത്തിറങ്ങിയ വ്യക്തി കുടുംബചരിത്ര സമാഹാരമായ 1000 പ്രമുഖർ എന്ന കൃതിയുടെ 9ാം വാള്യത്തിലും BC പരിയേയി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 മാസം തന്നെ 3-4 അവാർഡുകൾ കിട്ടി. കഴിഞ്ഞ വർഷം പിന്നെ ആത്മാ അവാർഡ് കിട്ടി. അതിനുശേഷം അതിൻ്റെ മുൻപെട്ട് കീർത്തി അവാർഡ് കിട്ടി. പിന്നെ ഏത് സംഭവം ഉണ്ടെങ്കിലും എന്നെ വിളിക്കലും ഒരു അവാർഡ് തരുമെന്ന് തന്നെ പതിവ് ഞങ്ങളെ. കാരണം ഞങ്ങളുടെ സ്വഭാവം കൃഷി രീതി അതാണ്. ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കൃഷി ഞങ്ങളെത്തില്ല. എല്ലാവരെയും കൃഷിക്കാരാക്കുന്ന പരിപാടിയൊന്നും അല്ലാണ്ട് എനിക്കറിയാവുന്ന അറിവുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ട് അവരെ ദ്രോഹിച്ച് അവനുണ്ടായിരുന്നെന്ന് വിചാരിച്ചല്ല കൊടുക്കുന്നത്. ഭാര്യയും 4 മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ നിന്നും മികച്ച പിന്തുണയാണ് ഈ കർഷകന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബം സ്വന്തം കുടുംബം പുരക്കാരൊക്കെ ഉഷാറാണ്. എൻഡോസൾഫാൻ പോലുള്ള കീടനാശിനികൾ മാനവരാശിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും അന്നന്നത്തെ അന്നത്തിന് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയും കൃഷി എന്നത് മലയാളിയുടെ ചിന്താമണ്ഡലത്തിന് അന്യമാവുകയും ചെയ്ത ഈ കാലത്ത് സ്വപ്രയത്നത്തിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും ഓരോ വിയർപ്പ് തുള്ളികളും മണ്ണിന് വളമാക്കി മാറ്റി മലയാളിയുടെ കാർഷിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഈ 62കാരന് മുന്നിൽ നാട്ടറിവിൻ്റെ ആദരവ്, ഒപ്പം ആശംസകളും. ജൈവ കാർഷിക സമ്പ്രദായങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും വിവിധതരം മികച്ച വിത്തുകളും തൈകളും ലഭിക്കുന്നതിനും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0495 22 00 483, 9745 195208. പഞ്ചഭൂതസ്രഷ്ടമായ പ്രപഞ്ചത്തിന്റെ അനാദിയിൽ മനുഷ്യൻ മണ്ണിനെ പ്രണയിച്ചു തുടങ്ങിയത് അവിടെ വിടരുന്ന സുഗന്ധത്തിന്റെയും അതിൽ വിളയുന്ന മാധുര്യത്തിന്റെയും മനോഹാരിതയിൽ മനം മയങ്ങിയായിരിക്കണം. തഴുകിയുണർത്തുന്ന കാറ്റും ഊർജദായകനായ സൂര്യനും ജൈവസമ്പത്തിന്റെ ആദ്യമിടിപ്പുയർന്ന ജലവും മാനവചിന്തയിൽ സൃഷ്ടിപ്പിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയപ്പോൾ ഭൂമിയുടെ സർഗഭാവം സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അവൻ പകർത്തിയെഴുതിയതിന്റെ തുടർച്ചയാണ് കൃഷി എന്ന സംസ്കാരം. മണ്ണിനൊപ്പം മനസ്സും തരിച്ചിടപ്പെടുന്ന കാർഷിക കേരളത്തിൽ മുളപൊട്ടുന്ന വിത്തുകളുടെ ജൈവ സ്പന്ദനവും ഇളം കാറ്റിൽ വിടരുന്ന തളിരിലകളുടെ സീൽക്കാരവും സൂക്ഷ്മജീവികളുടെ മിടിപ്പും അടുത്തറിഞ്ഞ് സസ്യജാലങ്ങളെ സ്നേഹസ്പർശത്താൽ ഉണർത്തുകയും നിരന്തര സാമീപ്യത്താൽ പുഷ്കലമാക്കുകയും ചെയ്യുന്ന കർഷകൻ മണ്ണിനെ ഉപയോഗിക്കുന്നതിനു പകരം ആശ്ലേഷിക്കുകയാണെന്ന് ഈ കൃഷിയിടത്തിലൂടെ നടക്കുമ്പോൾ നമുക്ക് തോന്നും.
കാർഷിക വൃത്തിയെ വ്യാപാരാടിസ്ഥാനത്തിൽ മാത്രം കാണുകയും അതിനുവേണ്ടി മാനവരാശിക്ക് മേൽ ഏറെ ഹാനികരമായ അമിത രാസവള കീടനാശിനി പ്രയോഗങ്ങളിലൂടെ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന ഇക്കാലത്ത് ജൈവ കാർഷിക വൃത്തിയുടെ വക്താവായി മാറുകയും ഇത്തരം പരമ്പരാഗത രീതിയിലൂടെ മണ്ണിന്റെ മനസ്സറിഞ്ഞ് മണ്ണിനെ സ്നേഹിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കുകയും ചെയ്യുന്ന BC പരിയേയിയുടെ കാർഷിക സംസ്കാരത്തിന്റെ വിളനിലമാണ് ഈ ഭൂമി. കർഷകനായിരുന്ന ബാവാട്ടിച്ചാലി ലാലിക്കുട്ടിയുടെയും വായപ്പുറത്ത് മറിയമുമ്മയുടെയും മകനായി 1949 നരിക്കുനി പന്നിക്കോട്ടൂരിലാണ് പരിയേയി ജനിച്ചത്. കേവലം 5ാം ക്ലാസ് കഴിഞ്ഞതോടെ പരിയേയി സ്കൂൾ വിദ്യാഭ്യാസത്തോട് വിട പറഞ്ഞു. 1968 മുതൽ 91 വരെ ഓയിൽ മിൽ, ഫ്ലോർ മിൽ, വളം കച്ചവടം തുടങ്ങി വിവിധ ബിസിനസ്സുകൾ ചെയ്തെങ്കിലും സാമ്പത്തിക നഷ്ടം മാത്രമായിരുന്നു ഫലം. 1992 ജോലി തേടി സൗദി അറേബ്യയിലെത്തി. അല്പസ്വല്പം സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവിടെയും പരിയേയി കബളിപ്പിക്കപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് തിരിച്ചെത്തി ഒരു മതപണ്ഡിതന്റെ ഉപദേശപ്രകാരം വൃക്ഷത്തൈ കച്ചവടം ആരംഭിച്ചതോടെയാണ് പരിയേയിയുടെ ജീവിതം മാറിമറിയുന്നതും ശുക്രദശ ആരംഭിച്ചതും. മഹാഗണിയുടെ തൈകൾ മുളപ്പിച്ചെടുത്ത് വിൽപ്പന നടത്തിയായിരുന്നു തുടക്കം. 2002 കാർഷിക വൃത്തിയിലേക്ക് പരിയേയി തിരിയുന്നത്. സ്വന്തം വീട്ടുമുറ്റത്തോട് ചേർന്ന പുരയിടത്തിലും പാട്ടത്തിനെടുത്ത സ്ഥലത്തുമായിരുന്നു പരിയേയി തന്റെ സ്വപ്നങ്ങൾ വിളയിച്ചെടുത്തത്. മണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സും ചോര നീരാക്കിയുള്ള പരിയേയിയുടെ അത്യധ്വാനവും ചേർന്നപ്പോൾ പരിയേയി പാകിയ വിത്തുകളെല്ലാം 100 മേനി വിളഞ്ഞു. പിന്നീട് പരിയേയിക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ 1981 ഏപ്രിൽ 4 തീയതി മുതൽ ഉറച്ച് വമ്പിച്ച ബിസിനസ്സിൽ 91 വരെ നടന്ന് ഓയിൽ മില്ല്, ഫ്ലോർ മില്ല്, വളക്കട വേണ്ട എല്ലാ കൃഷിയും മൊത്തം ഒരേ രീതിയിൽ കൊണ്ടു നടന്ന് 91 പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതോടുകൂടെ ഇവിടെ നിൽക്കാൻ മനസ്സില്ലാതെ പിന്നെയും ബിസിനസ്സിനെ നിർത്തി വെക്കാനുള്ള പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്ഥലങ്ങളൊക്കെ വിറ്റ് അതിന് പൈസ കിട്ടിയില്ല. അതോടുകൂടെ വെറുതെ മനസ്സ് വെറുത്ത് ഇവിടെ ഇറങ്ങിപ്പോയതാണ്. ആ ഇറക്കത്തിൽ യാദർശികമായി സൗദിയിലെത്തിപ്പെടുന്നു. ബോംബെ ജീവിതം നടന്ന് 1.5 മാസം, അതിനുശേഷം സൗദിയിലെത്തി, മക്ക മദീനത്ത് അവിടെ എത്തി, എല്ലാം യാദർശികമായി ഇങ്ങനെ പോവുകയാണ്. ദൈവത്തിൻ്റെ സഹായത്താൽ മാത്രം. 2010 വർഷം ഗൾഫിലും ജീവിച്ചു. അവിടെ നിന്ന് 98 12 പവൻ പെപ്സി കമ്പനിക്കാരോട് 12 പവൻ സ്വർണ്ണമൊക്കെ അവാർഡ് കിട്ടി. 2001 അസിർ റംസിയ കമ്പനിയോട് 4 TVയും VCRും അതിൻ്റെ സെറ്റുകളൊക്കെ അതും കിട്ടി. ഞങ്ങൾ റെഡി കാശ് കൊടുത്ത് സാധനം എടുത്ത് അവർ അതിൻ്റെ ഡിസ്കൗണ്ട് തന്ന് അതിൻ്റെ പ്രൈസും കിട്ടിയായിരുന്നു. അതും അവിടെയും ഒരു കള്ളൻ ഇടപെട്ട് അവിടെ നിന്നും പൊളിഞ്ഞ് വീണ്ടും നാട്ടിലേക്ക് തന്നെ തിരിച്ച്. അത് ഞാൻ അവിടെ നിന്ന് വരികയും ചെയ്തു. ഞാൻ മതപണ്ഡിതനായിട്ട് ഏർപ്പെട്ടപ്പോൾ പറഞ്ഞ്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഞാൻ എല്ലാ ബിസിനസ് മേഖലയും കളഞ്ഞല്ലോ, അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തൈക്കച്ചവടമാണ് എന്ന് പറഞ്ഞു. അതിൽ നിന്നാണ് ഞാൻ തൈക്കച്ചവടവുമായി മഹാഗണീൻ്റെ തൈയുമായിട്ട് ആദ്യം പുറപ്പെടുവിച്ചത്. അതോടുകൂടെ പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങി. ഇന്ന് അതൊരു വലിയ നേട്ടമായി വമ്പിച്ച എല്ലാ പോയിപ്പോയ സ്ഥാപനങ്ങളും എനിക്ക് മടക്കി കിട്ടി. ഇപ്പം ഇങ്ങനെ ദൈവം തന്നതിൽ വളരെയധികം നന്ദി എന്നാ പറയുന്നത്.
പിന്നീടാണ് പരിയേയി കോടഞ്ചേരി പഞ്ചായത്തിലെ നൂറാന്തോടിനടുത്ത് 4 ഏക്കറയോളം വരുന്ന സ്ഥലം വാങ്ങി കൃഷി ആരംഭിക്കുന്നത്. ജൈവ കാർഷിക സമ്പ്രദായങ്ങൾ മാത്രമാണ് പരിയേയി അവലംബിക്കുന്നത്. ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും മാത്രമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. കൃഷിയെ വെറും വ്യാപാരാടിസ്ഥാനത്തിൽ മാത്രം കാണുകയും അതുകൊണ്ട് തന്നെ അമിത രാസവള പ്രയോഗങ്ങളും മനുഷ്യൻ്റെ ആരോഗ്യത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന രാസ കീടനാശിനികളുടെ പ്രയോഗങ്ങളും കർഷകർ അവലംബിക്കുമ്പോൾ പരിയേയി ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാവുന്നതും ഇതുകൊണ്ട് തന്നെ. അത്തരം രാസവളങ്ങളുടെ പ്രയോഗങ്ങളൊന്നും ഒരു കൃഷിക്കും ആവശ്യമില്ലെന്നും താൻ സ്വയം നിർമ്മിച്ചെടുക്കുന്ന മണ്ണിര കമ്പോസ്റ്റ് ഉൾപ്പെടെയുള്ള ജൈവവള പ്രയോഗം കൊണ്ട് തന്നെ തനിക്ക് 100 മേനി വിളവ് ലഭിക്കുന്നുണ്ടെന്നും പരിയേയി സാക്ഷ്യം പറയുന്നു. പരിയേയിയുടെ വിളവുകൾ പോലെ തന്നെ പരിയേയിയുടെ വാക്കുകളും 100 മേനി സത്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകും. അത് ഞങ്ങൾ ആദ്യമായി ഈ സ്ഥലത്ത് വന്നപ്പോൾ ഇപ്പോഴത്തെ ഇവിടെയൊക്കെ കൃഷിക്ക് എന്താ ആദ്യമായി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ കർഷകർ പറഞ്ഞത് ആദ്യം തന്നെ ഞങ്ങൾക്ക് ഉരുടാനിട്ടാണ് കൃഷി ഉണ്ടാക്കുന്നത്, എന്നെങ്കിൽ മാത്രമേ പയറും മുളക്കും അങ്ങനെ ആക്കൂ, പിന്നെ കൃഷികളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരഭിപ്രായമാണ് അവരഭിപ്രായം കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മുൽപ്പെട്ട് തന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ കുറേശ്ശെ ഉണ്ടാക്കലുണ്ടായിരുന്നു ജൈവവള കൃഷി തന്നെ. അതിൽ ആദ്യമായൊക്കെ ഞങ്ങൾ എനിക്ക് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് FICTൻ്റെയും എല്ലാവരെയും പിന്നെ 20-20 പരസ്യത്തിന് വേണ്ടി കൃഷി വളരെയധികം ഞാൻ ജൈവ കൃഷി ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാറണമെന്ന് വിചാരിച്ചത് ഈ കൃഷി രംഗത്ത് വന്നപ്പോൾ ഇവരെ ഈ പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദന. അതോടുകൂടെ അതിൻ്റെ മാർഗ്ഗം എന്താണെന്ന് നോക്കി കൊണ്ടാണ് ഇവിടെ ഞാൻ കൃഷി ഇറക്കിയത്. അതിൽ എല്ലാ കൃഷിക്കും എനിക്ക് വമ്പിച്ച വിജയവുമാണ്. കാണുന്നവർക്കൊക്കെ ഭയങ്കര പൈസ ചിലവാണ്. ഞാൻ പിന്നെ പറയുന്നവരൊക്കെ നിത്യം പണിയാണ്. അവിടെ എത്ര അയാൾ കണക്ക് വെക്കുന്നില്ല, ജോലിക്ക് ആർക്ക് പൈസ കൊടുക്കുന്നത് എത്രയാണെന്നുള്ള യാതൊരു ഇതും ഇല്ല. അയാൾ കറുത്ത പണം പൊളിപ്പിക്കുക എന്നുള്ള ഒരു മാത്രമുള്ള സംസാരം അവിടെ ഒക്കെ. അതിനൊന്നും ഞാൻ ആരോട് സംസാരിക്കുകയില്ല. ഇവിടെ വന്നാൽ എല്ലാം വന്ന് പണിക്കാരെടുത്ത് വന്ന് പണിയെടുപ്പിക്കും, ഞാൻ പോവും. അങ്ങനെ തന്നെ എൻ്റെ ജീവിതങ്ങൾ. വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ റീജിയണൽ മാനേജറായ സുൽഫിക്കറാണ് പരിയേയെ കൃഷിയിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. എല്ലാത്തരം മികച്ച വിത്തിനങ്ങളും നൽകുന്നതും കൃഷിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും അദ്ദേഹം തന്നെ. നരിക്കുനി കൃഷിഭവനിൽ നിന്നും പരിയേയ്ക്ക് മികച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾക്കൊരു സുൽഫിക്കർ സാറുണ്ട്. അയാളെ ഏറ്റവും ഞാൻ പരാജയപ്പെട്ട് സൗദിയിൽ വന്നതും അയാളെ കാണലുമാണ് എൻ്റെ രക്ഷ. ഏറ്റവും രക്ഷപ്പെടലിൻ്റെ അയാളാല. ഏത് പുതിയ ഇനം പുത്തിൻ്റെ അടുത്ത് കൊണ്ടതും അത് ഞാൻ പ്രദർശിപ്പിക്കുവായ വളരെ ആവശ്യത്തോടു കൂടാണ് സാറ് മടങ്ങിപ്പോകല്ലേ. ഇതിങ്ങനത്തെ ഒരു കൃഷി ഓഫീസർമാരും ആരെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ലോകത്ത്. എന്നാൽ നൂറാന്തോടിനടുത്തുള്ള തൻ്റെ കൃഷിസ്ഥലം നിലനിൽക്കുന്ന കോടഞ്ചേരി പഞ്ചായത്തിൽ നിന്നോ കോടഞ്ചേരി കൃഷിഭവനിൽ നിന്നോ തനിക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും പരിയേയി ചൂണ്ടിക്കാട്ടുന്നു. ഞാൻ കോടഞ്ചേരി പഞ്ചായത്തിൽ ഇപ്പോൾ 4 വർഷത്തോളം വന്ന് ഒരു ഗ്രാമ വളം പോലും അവർ തന്നിട്ടില്ല എന്ന് പറയുന്നത് സത്യമാണ്. അതുപോലെ ഞാൻ പോയി ഇത് എല്ലാ അവസരത്തിലും ഇത് കടലാസ് കൊടുക്കും. അടയ്ക്കുന്ന സമയം പണിക്കാരെ നോക്കി ഇതൊക്കെ സമയം കിട്ടുന്ന സമയത്ത് അവിടെ പോയി എഴുതി കൊടുക്കും. അവർ അറിയും, ചോദിക്കുമ്പം പറയും ഞങ്ങൾ പത്രത്തിൽ ഔട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് പത്രം നോക്കാനൊന്നും നേരം കിട്ടൂല, അതുകൊണ്ട് ഞാനും പോരും. പിന്നെ അത് ചെല്ലുമ്പോൾ അത് കഴിഞ്ഞെന്നും പറയും. അതല്ലാതെയും കണ്ട് ഇപ്പം MLA പറഞ്ഞ് ഈ കെട്ടൊന്ന് കെട്ടിത്തരാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു, ശരിയായി പെട്ടെന്ന് ശരിയായി. ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം ഉണ്ട്, ഇവിടെ നെൽകൃഷി, ഞാൻ നെൽപ്പാട കൃഷിയിൽ ഒരു മെമ്പറാണ്. അതിലൊക്കെ എല്ലാവരോടും സമ്മതിച്ച എല്ലാവരും പോകും. അല്ലാതെയും കണ്ടുപോയിട്ട് ഒരാൾ ഒരു ഉറുപ്പിയും ഞങ്ങൾക്ക് ആർക്കും ഒരു കർഷകനും സഹായിച്ചു തന്നില്ല. കൃഷി വകുപ്പൊന്നും തന്നിട്ടില്ല. കൃഷി വകുപ്പ് എന്നാണല്ലോ ഞാൻ പറയുന്നത്. ഒരു ഗ്രാമ വളം പോലും ഒരു തന്നിട്ടില്ല. ഇത്രയും വർഷമായിട്ട് ഒരു രേഖ പോലെ പറയട്ടെ. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം അവർക്ക് അവാർഡിന് വേണ്ടി കൊടുത്ത് അവർ തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ അവാർഡിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓഫീസർ പറഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞ് വന്ന് ആ സമയത്ത് കൃഷി ഉണ്ടായ സമയത്തൊന്നും അവരും നോക്കിയില്ല. ഇവിടുത്തെ മഴ കുത്തി ഒലിച്ച് പോയ സമയം 2 മാസം കഴിഞ്ഞതിന് ശേഷം അവർ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ സാധനം ഇല്ല എന്ന് പറഞ്ഞ് എഴുതി പോയിട്ട് അതിനൊന്ന് അത് കഥ എന്താണെന്നപ്പോൾ ഞാൻ കഴിഞ്ഞ 26/3 കൊടുത്തേ. 26/3 2011 ഞാൻ കൊടുത്ത പേപ്പറിൽ ഇന്ന് വരെ അവർ വന്ന് നോക്കിയിട്ടില്ല. അവർക്ക് സമയമല്ല. എന്നും ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ പറഞ്ഞത് അടുത്ത ഞങ്ങൾ ശരിയായി തരാമെന്ന് പറഞ്ഞത്. വാഴയും കപ്പയുമാണ് പരിയേയുടെ കൃഷിയുടെ